ഈ ജീവോ ബ്രഹ്മൈവനാപര. നമ്മളെല്ലാവരും തന്നെ ഈ ജീവന്മാരെ വ്യക്തിഗതമായിട്ടുള്ള ജീവനും വഹിച്ചുകൊണ്ട് നടക്കുന്ന നമ്മളെല്ലാവരും ബ്രഹ്മം തന്നെ എന്നുള്ള ബോധം വരുത്താണ് നമുക്ക് വേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ഇവിടെ ഒരു അൺവെയിലിംഗ് എന്ന് പറയുന്ന അനാച്ഛാദനം മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. എന്തോ മൂടി വച്ചിരിക്കുന്നു, ഈശ്വരനെ മൂടി വച്ചിരിക്കുന്നു. ആ മൂടി വച്ചിരിക്കുന്നതിൻ്റെ മൂടി എടുത്തു മാറ്റണം. ഡിസ്കവർ എന്ന് പറയുന്ന ഇംഗ്ലീഷ് പദം പ്രയോഗിക്കാം, ഡിസ്കവർ. അപ്പോൾ ഡിസ്കവർ എന്ന് പറഞ്ഞാൽ കവർ മാറ്റുക അല്ലെങ്കിൽ മൂടി മാറ്റുക. നമ്മെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ശരീരമാണ് ഈ മൂടി. ഹിരൺമയേണ പാത്രേണ എന്ന് ഈശാവാസ്യം പറയുന്ന ആ പാത്രം ഈ ഗാത്രം തന്നെയാണ്. നമ്മുടെ ശരീരം കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ജീവാത്മാവ് അത് പരമാത്മാവ് തന്നെ എന്ന് ബോധ്യം വരുത്താൻ വേണ്ടിയിട്ടുള്ള ഭാഗവതത്തിൻ്റെ രീതി. എന്തുകൊണ്ട് വേദവ്യാസൻ രചിച്ചു എന്നുള്ളതാണ് പിന്നത്തെ ചിന്ത. കാരണം അദ്ദേഹത്തെ അലട്ടിയത് മുഴുവൻ ഞാൻ ആര് എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അദ്ദേഹത്തിന് ഞാൻ ആര് എന്ന് പിടുത്തം കിട്ടാതെ ഇരുന്നപ്പോഴാണ് ഗ്ലാനി, ദുഃഖം. അത് അലട്ടുന്ന വേളയിലാണ് താടിക്കയും കൊണ്ട് എടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ മുമ്പിൽ നാരദൻ വന്നിട്ട് ഭാഗവതം ഉപദേശിച്ച് നാരദൻ പോയതിനു ശേഷം അവിടെ കുത്തിയിരുന്നുകൊണ്ട് ധ്യാനിക്കാൻ തുടങ്ങിയത്. ആ ധ്യാനവേളയിൽ സംയപ്രാസം എന്ന് പറയുന്ന തൻ്റെ ആശ്രമത്തിൽ കുത്തിയിരുന്ന് ധ്യാനിക്കുന്ന ആ സമാധ്യവസ്ഥയിൽ അദ്ദേഹത്തിന് കാണാൻ കഴിയുന്നതാണ് പ്രകൃതിയെയും പുരുഷനെയും. അതാണ് 7ാമത്തെ അധ്യായം, 1-ാം സ്കന്ധം. അപ്പോൾ ഇതിനൊരു ലക്ഷ്യം, ഈ ഭാഗവതം എന്ന് പറയുന്ന പുരാണത്തിന് ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ. നമ്മൾ കേൾക്കുന്നവരും ഇരിക്കുന്നവരും അല്ലെങ്കിൽ നടക്കുന്നവരും ഓടുന്നവരും ചാടുന്നവരും എല്ലാ മനുഷ്യരും വാസ്തവത്തിൽ ആര് എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകുന്ന ആ അവസ്ഥ സൃഷ്ടിക്കുകയാണ്. ഭാഗവത്തിലൂടെ കടന്നു പോകുമ്പോൾ മായ നമ്മളെ ബാധിക്കാൻ പാടില്ല. മായ ബാധിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും നാളും പേരുകാരായതും ഓരോരോ ജാതിയിലും മതത്തിലും പെട്ടവരായതും പ്രാദേശിക വ്യത്യാസങ്ങൾ എല്ലാം തന്നെ ഭരിക്കുന്ന രീതിയിലേക്ക് മാറിയതും. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ വേറിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് വരാൻ കാരണം മായ. ആ മായ വിഷ്ണുമായോ ശങ്കരമായോ ഏതായാലും ആ മായയെപ്പറ്റിയും 2ാമത്തെ സ്കന്ധത്തിൽ പ്രത്യേകിച്ച് ചതുശ്ലോകിയിലെ 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എൻ്റെ മായ ആര്? എൻ്റെ മായ. നല്ലപോലെ ചിന്തിക്കണം. ഇതെല്ലാം തന്നെ എൻ്റെ മായയാണ്. അവരവർ പറയുന്നതാണ്. അഹം ദേവാസമേവാഗ്രേ നാന്യത്തെ സദസത്പരം പശ്ചാത്തഹം യഥേതച്ചയോ അവശിഷ്യ സൂസ്മ്യഹം. ചതുശ്ലോകിയിലെ ആദ്യത്തെ ശ്ലോകം എടുക്കുമ്പോൾ എല്ലാവരും അവരവർ പറയേണ്ടതാണത്. നാരായണൻ ബ്രഹ്മന് ഉപദേശിച്ചു, ബ്രഹ്മാവിന് ഉപദേശിച്ചു കൊടുത്തത് ബ്രഹ്മദേവനോട് പറയുന്നു ഞാനാണ് ഇതെല്ലാം എന്ന് നാരായണൻ പറയുമ്പോൾ ബ്രഹ്മദേവനെ ഏറ്റു പറയുമ്പോൾ ബ്രഹ്മദേവനാണ് ഇതെല്ലാം എന്നുള്ള മട്ടിലേക്ക് വരണം. ഇതാണ് ഇതിൻ്റെ പൊരുൾ. അതായത് നമ്മളെല്ലാവരും തന്നെ ഞാനാണ്, ഞാൻ മാത്രമേ ഇവിടെ സത്യമായിട്ടുള്ളൂ, ഞാനാണ് സർവ്വതും. അപ്പം ഞാനെന്ന് പറയുന്ന ഈ ശരീരമല്ല എന്നുള്ള ചിന്ത അദ്ദേഹം ഉണ്ടാക്കിയെടുക്കണം. ദേഹോഹം എന്നുള്ള ബുദ്ധി പാടില്ല. അപ്പം ഞാൻ ശരീരമാണെന്നുള്ള ബുദ്ധി വിട്ടിട്ട് ഞാൻ ആത്മാവാണെന്നുള്ള തലത്തിലേക്ക് വരുമ്പോൾ അഹമേവാസമേവാഗ്രേ എന്നുള്ള ആ ചതുശ്ലോകിയിലെ ആദ്യത്തെ ശ്ലോകം വാസ്തവത്തിൽ എല്ലാവരെയും ബാധിക്കുമ്പോൾ എല്ലാവരും അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം എന്ന് നാളെ പറയാൻ പോകുന്ന അവസ്ഥയിലേക്ക് എത്തും. ഇതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ പൊരുള്. അപ്പോൾ ആ രീതിയിലേക്ക് പോകാൻ എന്താ തടസ്സം, അല്ലെങ്കിൽ ആരാ തടസ്സം? ശരീരമാണ് തടസ്സം. അപ്പോൾ ഈ ശരീരം തടസ്സമായതുകൊണ്ടാണ് വേദവ്യാസം ദുഃഖിച്ചിരുന്നത്. ഈ തടസ്സമായിരിക്കുന്ന ശരീരത്തിന് ഈ തടസ്സമെല്ലാം തന്നെ സൃഷ്ടിക്കുന്നത് ആരാ എന്ന് ധ്യാനനിമഗ്നായപ്പോൾ അദ്ദേഹത്തിന് പിടികിട്ടി. മായയാണ്, പ്രകൃതിയാണ്. ആ പ്രകൃതിയെ ഭാഗവതത്തിൽ സർവത്ര പറയുന്നത്, എല്ലാ തരത്തിലും എല്ലായിടത്തും പറയുന്ന യവനിക എന്നാണ്. യവനിക തിരശീലയാണോ? അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ തിരശീലയായിട്ട് മറച്ചു വെച്ച് നിൽക്കുന്ന തിരശീല അത് മാറ്റലാണ് വാസ്തവത്തിൽ ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ടാണ് തുടക്കത്തിൽ പറഞ്ഞൊരു അൺവെയിലിംഗ്, അനാച്ഛാദനം, അല്ലെങ്കിൽ ഡിസ്കവർ, അല്ലെങ്കിൽ കവർ എടുത്ത് മാറ്റൽ. അപ്പം ഇതേ രീതിയിലുള്ള ഒരു പ്രവൃത്തിയാണ് ഭാഗവത്തിലൂടെ നടക്കേണ്ടത് നാം നടത്തുന്നത്. ഇവിടെ ഇപ്പോൾ വായിച്ചു വന്ന് നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഹംസാവതാരം വരുമ്പോൾ ഇത് കുറച്ചുകൂടി ഉത്കൃഷ്ടമായിട്ടുള്ള അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കും. ഒന്നുകൂടി കടക്കാം. ആദ്യമായിട്ട് നമ്മൾ 3യ സ്കന്ധത്തിൽ ഒരു വരാഹാവതാരം കണ്ട് ആ വരാഹാവതാരത്തിലൂടെ നമ്മൾ ഉണരുകയും ഉയരുകയാണ് ചെയ്യുന്നത്. മുങ്ങിക്കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് ഭൂമിയെ ഉദ്ധരിച്ച് വെള്ളത്തിൽ നിന്ന് ഉദ്ധരിച്ചു കൊണ്ടുവന്ന് അതിൻ്റെ ഭ്രമണവീതിയെ കൊണ്ടുവന്ന് വച്ച് യഥായോഗ്യം അതിന് സഞ്ചരിക്കാനുള്ള അവസ്ഥ ഒരുക്കുന്നത് ഭഗവാനാണ് ഈശ്വരൻ. അപ്പോൾ ഈശ്വരൻ ഭ്രമണവീതിയിൽ, നിയതമായിട്ടുള്ള വേദിയിൽ അതിലൂടെ സഞ്ചരിക്കാനുള്ള എല്ലാ കഴിവും ഭൂമിക്കുണ്ടാക്കി കൊടുക്കുകയാണ്. അത് ആദ്യത്തെ അവതാരമായിട്ട് ഭാഗവത്തിൽ വായിക്കാൻ കാരണം ഇതില്ല എങ്കിൽ പിന്നെ നിലനിൽപ്പില്ല. അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്ന ഗോളം, അതിൻ്റേതായിട്ടുള്ള ഭ്രമണവീതി, അതിൻ്റെ നിയതമായിട്ടുള്ള സഞ്ചാരം
ഇതെല്ലാം തന്നെ അനുപേക്ഷണീയം. ഇല്ലെങ്കിൽ ഒരു ഗതിയുമില്ല. നമ്മളവിടെ കിടക്കുകയോ എവിടെ ജീവിക്കുകയോ എവിടെ വാസ്തുവിൽ നമ്മുടെ സ്ഥാനം. അപ്പോൾ എല്ലാ തരത്തിലും ജീവജാലങ്ങൾക്കെല്ലാം തന്നെ അവയെല്ലാം തന്നെ നിക്ഷേപിക്കേണ്ട അവരുടെ വാസസ്ഥലം എന്ന് പറയുന്ന ഭൂമി എന്ന് പറയുന്ന ഭൂമിക, തലം സ്ഥലം. അപ്പോൾ അതേ രീതിയിലുള്ള ഭൂമി അതില്ലാതെ പോയാൽ കഷ്ടമാണ്. അത് ഭഗവാൻ മനസ്സിലാക്കിയിട്ടാണ് ആദ്യമേ തന്നെ ഭൂമിയെ ഒരുക്കി. അതാണ് ഭാഗവത്തിന്റെ ആദ്യത്തെ പടി. ഭൂമിയെ ഒരുക്കി എന്ന് പറഞ്ഞാൽ ശരീരത്തെ ഇരിക്കുന്നതാണ്. ഭൂമി എന്ന് പറയുന്ന ശരീരമല്ലാതെ മറ്റു യാതൊന്നുമല്ല. കാരണം എന്താ? ഭാഗവതമായാലും ഇതര പുരാണങ്ങളായാലും വേദാന്തങ്ങളെല്ലാം തന്നെ പഠിച്ചുകൊണ്ട് നമ്മൾ പോകുമ്പോൾ ഈ ശരീരത്തെ നമ്മൾ ക്ഷേത്രം എന്ന് പറയും. ക്ഷേത്രം എന്ന് പറഞ്ഞാൽ ഫീൽഡ് എന്നായി, ഫീൽഡ് എന്ന് പറഞ്ഞാൽ സ്ഥലമെന്നായി, സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ എല്ലാം തന്നെ വിളയുന്ന സങ്കേതമായി, എല്ലാം ഉണ്ടാകുന്ന സ്ഥലമായി, ഉപാസിക്കാനുള്ള വിഗ്രഹമായി, അല്ലെങ്കിൽ പൂജിക്കാനുള്ള ഉപകരണമായി. അപ്പോൾ അത്തരത്തിൽ എല്ലാം ആയപ്പോൾ ശരീരം തന്നെയാണ് ഭൂമി തത്വം എന്നാണ് ശരീരത്തെ പറയുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും ഭൂമിതത്വമായിരിക്കുന്ന ശരീരത്തെ ഉദ്ധരിക്കുന്ന ആദ്യത്തെ അവതാരമാണ് വരാഹാവതാരം. ഇത് ഭാഗവത്തിൽ പഠിക്കേണ്ട ഒരു വിഷയമാണ്. നമ്മളെ ഉദ്ധരിച്ചുകൊണ്ട്, നമ്മളെ നിലനിർത്തിക്കൊണ്ടും അതുപോലെ യാതൊരു തരത്തിലും തരം താഴാതെ അസുരന്മാർ പിടിച്ചുകൊണ്ടുപോയി താഴ്ത്തി അങ്ങനെ നശിപ്പിക്കാതെ അതിനെ യഥായോഗ്യം ഭ്രമണവീതിയിൽ നിലനിർത്തുന്ന ആദ്യത്തെ അവതാരം വരാഹാവതാരം കഴിഞ്ഞാൽ പിന്നെ സപ്തമസ്കന്ധം വരേക്ക് കുറെ അധികം കഥാഗോളങ്ങൾ കടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. ഈ സപ്തമസ്കന്ധത്തിലേക്ക് വന്നിട്ട് അവിടെ അവതരിക്കുന്നത് നട്ടെല്ലിന്റെ ഉള്ളിൽ നിന്ന് ചാടി വരുന്ന സാക്ഷാൽ ഈശ്വര സ്വരൂപം. ഭക്തന്റെ ഇച്ഛ അനുസരിച്ച്, ഇംഗിതമനുസരിച്ച് ഭക്തൻ്റെതായിട്ടുള്ള വാക്ക് സത്യമാക്കി തീർക്കുന്നതിന് അതേപോലെ. അപ്പം ഏതൊരു രൂപഭാവങ്ങളാണോ ഭക്തനിങ്ങനെ നിശ്ചയിക്കുന്നത് അതേ രൂപത്തിൽ അകത്ത് നിന്ന് തന്നെ ചാടി പുറപ്പെടുകയാണ്. തൂണിൽ നിന്നെല്ലാം പറയും. ആ തൂൺ നട്ടല്ല. ചുരുക്കി പറഞ്ഞാൽ ഭാഗവത്തിൽ നടക്കുന്ന കഥകളെല്ലാം തന്നെ നടക്കുന്നത് പുറത്തല്ല, അകത്താണ്. അതാണ് പോയിന്റ്. അപ്പൊ ഏതൊരു വ്യക്തിയാണോ ഭാഗവത്തെ സേവിക്കുന്നത്, ഉപാസിക്കുന്നത്, ഏതൊരു വ്യക്തിയാണോ ഭഗവാനെ സേവിക്കുകയും ഉപാസിക്കുകയും ചെയ്യുന്നത്, ഭഗവാനും ഈ പറഞ്ഞ ഭക്തനും ആ ഭഗവാനും ഭക്തനും ഭാഗവവും തമ്മിൽ വ്യത്യാസമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഏതൊരു വ്യക്തിയും കാണേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെ നടക്കുന്ന അവതാരങ്ങളാണിവ. ബ്രഹ്മദേവന്റെ മൂക്കിൽ നിന്ന് പുറത്തേക്ക് ചാടുക വരാഹം. ബ്രഹ്മദേവന്റെ കഥ കഴിഞ്ഞിട്ട് ഒരു പ്രഹ്ലാദകുമാരിലേക്ക് വരുമ്പോൾ ഒരു തൂണൊക്കെ പൊട്ടിച്ച് പുറത്തേക്ക് വരിക, അത് നട്ടെല്ലാം പൊട്ടിക്കുന്ന രീതിയിലേക്കായി. അത് കഴിഞ്ഞിട്ട് കൂർമാവതാരം വരുമ്പോൾ പാലാഴി മഥനത്തിൽ തപസ് ചെയ്യുന്ന വ്യക്തി അല്ലെങ്കിൽ ഉപാസനയിൽ ഏർപ്പെടുന്ന വ്യക്തി തരം താണു പോകുമ്പോൾ താഴത്തേക്ക് അധപ്പതിക്കുമ്പോൾ അവിടെ വാസ്തവത്തിൽ രാമയായിട്ട് വന്ന് താങ്ങി നിർത്തുക ഈശ്വരന്റെ. അപ്പൊ ഏതായാലും ഈശ്വരഭാവം തൻ്റെ ഉള്ളിൽ തന്നെ തൻ്റെ ശരീരാന്തർഗതമായിട്ട് വർത്തിക്കുന്ന ഈശ്വര സർവഭൂതേഷു ഹൃദയശ അർജുന തിഷ്ഠതി എന്ന് പറയുന്ന അവസ്ഥ മറന്നു പോകാതെ നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരാംശത്തെ ഇങ്ങനെ പുറത്തേക്ക് കിടക്കുന്ന വിദ്യയാണ് ഭാഗവത്തിൽ മുഴുവൻ. തുടക്കത്തിൽ വേദവ്യാസൻ കണ്ട ബ്രഹ്മത്തെ അത് മാറി നിൽക്കുന്ന രീതിയിൽ കണ്ടിട്ട് അതിനെ മാറ്റി നിർത്തിയിരിക്കുന്ന മായയെ ഒരു തിരശ്ശീല പോലെ കണ്ടിട്ട് അതിനോട് മാറാൻ പറയുന്നു, അല്ലെങ്കിൽ മാറ്റാൻ വേണ്ടിയിട്ട് ഭാഗവതം രചിച്ചു എന്നാണ്. അപ്പോൾ നമുക്കൊക്കെ തടസ്സം നിൽക്കുന്ന ഈ പറയുന്ന ശരീരം എന്ന് പറയുന്ന മൃത്യുപത്രത്തിലേക്ക് അല്ലെങ്കിൽ മരണത്തിലേക്ക് നയിക്കുന്ന അവിദ്യാരൂപി ആവരണം എന്ന് പറയും. അത്തരത്തിലുള്ള ആവരണത്തെ തന്നെ ഉപയോഗിക്കുകയാണ്. നമ്മുടെ ശരീരത്തെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ അതിക്രമിച്ചും അതിനപ്പുറത്തേക്ക് കടന്നും അതീതമായിരിക്കുന്ന ആത്മഭാവത്തിലേക്ക് കടക്കുന്നു എന്ന് ഒന്നുകൂടി നിങ്ങൾ ചിന്തിക്കണം. ശരീരത്തെ ഉപയോഗിച്ചുകൊണ്ടല്ലേ ഇന്ന് വായിച്ചത്. നമുക്ക് കണ്ണു കാണാതെ വായിക്കാതെ പറ്റുന്നില്ലല്ലോ. പ്രകാശത്തിന്റെ കുറവ് നമ്മളെ തക്ക ശരീരം. അപ്പൊ ഈ ശരീരത്തെയെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾ അതിനതീതമായിട്ടുള്ളൊരു ഭാവത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഈ അവതാരങ്ങൾ ഓരോന്നോരോന്നായിട്ട് അവതരിക്കുകയാണ്. ഇപ്പോൾ ഹംസാവതാരത്തിന് ശരീരമില്ല. അപ്പൊ ഈ കൂർമാവതാരം വന്നിട്ട് നമ്മളെ താങ്ങി നിർത്തി ആവണക്കൊലയിട്ടിരിക്കുന്ന പോലെ ഏതായാലും താഴത്തേക്ക് പോകാതിരിക്കാൻ കൂർമാവതാരം വന്നു. യഥായോഗ്യം ഈ പറയുന്ന രീതിയിൽ മന്ദരമൃഗത്തെ വാസുകി എന്ന് പറയുന്ന സർപ്പത്തെ കൊണ്ട് കെട്ടി വലിക്കുന്ന അത്തരത്തിലുള്ള ബാലാഴിയെ മതിക്കുന്ന പൂർണ്ണമായി അതിൻ്റെ ഇടയിലും കണ്ടില്ലേ ഒരു കോലാഹലം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ വിഷത്തിന്റെ വരവ് നമ്മൾ കണ്ടു. ആ വിഷം വരുന്നത് നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നല്ല നല്ല കാര്യങ്ങൾ നിർവഹിക്കുമ്പോഴും സജ്ജന സംഗമത്തിന് വേണ്ടി സത്സംഗമെല്ലാം തന്നെ നമ്മൾ ഇങ്ങനെ സൃഷ്ടിക്കുമ്പോഴും അവിടെയെല്ലാം തന്നെ ഈ വിഷം കടന്നു വരാൻ ഇടയുണ്ട് എന്ന്. കാരണം അതും ചിന്തിക്കേണ്ടതുണ്ട്. സംസാരം എന്ന് പറയുന്നത് ഒരു വിഷമാണ്. സംസാരം എന്ന് പറയുന്നത് സമുദ്രമാണ്. സംസാരം എന്ന് പറയുന്നത് ജനിക്കുക മരിക്കുക എന്ന് പറയുന്ന പ്രവൃത്തി മാത്രമേ അതിലുള്ളൂ. അങ്ങനെ എല്ലാ തരത്തിലും വിഷമയമായിരിക്കുന്ന സംസാരം അത് ആദ്യം തന്നെ തലപൊക്കുന്നു. ഏതൊരു നല്ല കാര്യം, ഉപാസന ഏത് രീതിയിലായാലും, നല്ല ദേവതയായാലും ഏത് ദേവതയായാലും
അങ്ങനെ ഉപാസിക്കാൻ നോക്കുമ്പോൾ നമ്മളിലേക്ക് കടന്നു വരുന്ന ദുർവിഷയവാസനയാണ്. ദുന്തുകാരിയെ പോലെ പ്രേതമാകാനുള്ള പ്രവണതയാണ്. അപ്പോൾ എല്ലാ തരത്തിലും പ്രേതാവസ്ഥയെ പ്രാപിച്ചുകൊണ്ട് ദുഷിച്ചചിന്തകൾ കടന്നു വന്ന് വിഷാംശങ്ങളെല്ലാം തന്നെ കലർന്ന ഒരു മനോഗതി വരുന്നു എന്നേ അതിനർത്ഥമുള്ളൂ. ആ സമയത്ത് പരമേശ്വരൻ സാക്ഷാൽ കൈലാസനാഥൻ ജ്ഞാനസ്വരൂപൻ അദ്ദേഹം ഈ പറയുന്ന അജ്ഞാനം അല്ലെങ്കിൽ വിഷമയമായിരിക്കുന്ന ആ സംഗതി എടുത്ത് വിഴുങ്ങുകയാണ്. ജ്ഞാനത്തെ കൊടുക്കാൻ വേണ്ടി അജ്ഞാനത്തെ വിഴുങ്ങുന്നു. ഇരുട്ട് അല്ലെങ്കിൽ അത്രമാത്രം കരാളമായിരിക്കുന്ന ദ്രവ്യത്തെ എല്ലാവരെയും നശിപ്പിക്കുന്ന ഈ ലോകത്തെ മുഴുവൻ ചുട്ടിരിക്കുന്നതൊക്കെ ശേഷിയുള്ള വിഷം പാനം ചെയ്തുകൊണ്ട് എല്ലാവരെയും അനുഗ്രഹിക്കുകയാണ്. ഇപ്പം 2-3 കാര്യങ്ങളാണ്. ഇതെല്ലാം തന്നെ ഉപാസനാ മാർഗമാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. ആ ഉപാസനയിലൂടെ കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന അനുഭൂതികളാണ് അനവധി. അക്കൂട്ടത്തിലാണ് വരാഹാവതാരം കടന്നു വരുന്നു. ആ സമയത്താണ് നരസിംഹാവതാരം പിന്നാലെ വരുന്നു. അപ്പോഴേക്ക് കുത്തിയിരുന്നിങ്ങനെ ഉപാസന നടത്തുന്ന വ്യക്തിക്ക് ഇരിപ്പ് അത് ഉറപ്പിക്കാൻ വേണ്ടി താഴത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി ആവടപ്പലക പോലെ ഈ കൂർമാവതാരം വരുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത ഒരു അവതാര സ്വരൂപത്തെ കാണുന്നത്. അതിസുന്ദരമായിരിക്കുന്ന വാമനാവതാരമാണ്. ഈ വാമനൻ എന്ന് പറയുന്ന കുള്ളൻ പൊക്കം കുറഞ്ഞ ആ വിഷ്ണുവിൻ്റെ രൂപം കപടവേഷധാരിയായിരിക്കുന്ന ആ വാമനവേഷധാരിയായിരിക്കുന്ന ആ വാമനൻ അല്ലെ പൊക്കം കുറഞ്ഞ ആ കുട്ടി വരുന്നത് അയാൾ ജനിച്ചപാടെ തന്നെ ഓടുന്നത് പലരും കൊടുത്ത് പല പല സാധനങ്ങളുമായിട്ട് മെതിയടിയായാലും അല്ലെങ്കിൽ കോടുന്നൂലായാലും അരങ്ങാണമായാലും കൊടയായാലും ഒക്കെ ഇതെല്ലാം തന്നെ ഏന്തിക്കൊണ്ട് ചെല്ലുന്ന ഭൃഗകച്ഛം എന്ന് പറയുന്ന ആ ബലിയുടെ ശ്രേഷ്ഠമതിയായിരിക്കുന്ന അസുരചക്രവർത്തി ബലിയുടെ ഭൃഗുകച്ഛം എന്ന് പറയുന്ന സ്ഥലത്ത് നടക്കുന്ന അതിശക്തമായിരിക്കുന്ന വിശ്വജിത്ത് ആ യാഗം നടത്തുന്ന വേദിയിലേക്കാണ്. ഒരു കൊച്ചുകുട്ടി. ആ കൊച്ചുകുട്ടി കയറി വന്നപ്പോഴേ തന്നെ ശുക്രമുനിക്ക് മനസ്സിലായി ഇയാൾ ശരിയല്ല. ആ വന്നു കയറിയ വിഷ്ണുവാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്താണ് ചെയ്യാൻ പോകുന്നത് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് 3 അടി പ്രദേശം വേണമെന്ന് പറഞ്ഞു. അത് കൊടുക്കാൻ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമെന്ന് തോന്നി മഹാബലിക്ക്. ഇത്ര ലോകങ്ങളുടെയും ചക്രവർത്തിയായിരിക്കുന്ന മഹാബലിക്ക് ഏതായാലും 3 അടി പ്രദേശം കൊടുക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്തതുകൊണ്ട് ചെറിയ ഈഗോ, ഇയാൾ വന്നിട്ട് ഈ നിസ്സാര കാര്യം ചോദിക്കുന്നു എന്നുള്ള മട്ടിലാണെങ്കിൽ തന്നെ അതിന് പ്രതികരിച്ച അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹം ആകെ ഭയത്തിലായില്ലേ. കാരണം എന്താ? ഞൊടിയിട എന്ന് പറയുന്ന അല്പനേരം കൊണ്ട് ഇനി വാമനമൂർത്തി കൃഷക ശരീരമുള്ള പൊക്കം കുറഞ്ഞ കുള്ളനായിരിക്കുന്ന അയാൾ പെട്ടെന്ന് ഭീമാകാരനായിട്ട് 2 അടി കൊണ്ട് ത്രിലോകങ്ങളോളന്നു എന്നാണ്. ത്രിലോകങ്ങളോളം കഴിഞ്ഞിട്ട് 3-ാമത്തെ അടി എവിടെ വയ്ക്കണമെന്നിങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിനയാന്വിതനായി ബലി. ഇവിടെയെല്ലാം തന്നെ ആരാണ് ബലി? ബലി എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ്, നമ്മളാണ്. നമ്മൾ ഓരോരുത്തരും ബലിയുടെ ഭാവത്തിലേക്ക് കീഴടക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വിശ്വജിത്തയാകുമല്ല എന്തൊരു യാഗവും ചെയ്യും എല്ലാം തന്നെ വെട്ടിപ്പിടിക്കണമെന്നുള്ള വട്ടിൽ നമ്മളിങ്ങനെ നെട്ടോട്ടം ഓടും. അതാണ് ബലി. അങ്ങനെയുള്ള ബലിക്ക് എന്തെന്നില്ലാത്തൊരു ദർപ്പം അഹങ്കാരമുണ്ട്. അങ്ങനെയുള്ള ദർപ്പം ശമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കുള്ളനായിട്ട് വന്നു, നിസാരവൽക്കരിച്ചു ഈ പറയുന്ന ബലി. ഞാൻ ചക്രവർത്തിയാണ് വന്നിരിക്കുന്ന ആ ബ്രാഹ്മണ കൊച്ച് ചോദിക്കുന്ന ചോദ്യം കണ്ടില്ലേ? ഇത്തരത്തിൽ നിസാരവൽക്കരിച്ചിരിക്കുന്ന സംഗതിയെല്ലാം തന്നെ വാസ്തുവിൽ ഭയത്തിൻ്റെ ആ കൊടുമുടിയിലേക്ക് നയിക്കുകയാണ് ഈ പറയുന്ന വാമനമൂർത്തി. അപ്പോൾ എന്ത് ചെയ്തു? വാസ്തവത്തിൽ 2 അടി കൊണ്ടെല്ലാം കഴിച്ചു 3-ാമത്തെ അടി ആ സമയം ആയപ്പോഴേക്കും തലകുമ്പിട്ടുകൊണ്ട് ഈ ലോക സൃഷ്ടാവും ഹന്താവും ഒക്കെ ആയിരിക്കുന്ന സാക്ഷാത് ബ്രഹ്മത്തെ ആ ഈശ്വരനെ കണ്ടു എന്നാണ്. ഇതാണ് ബ്രഹ്മാകാരം. അപ്പം ഏതൊരു ചെറിയ മനുഷ്യൻ്റെ രൂപമാണോ മഹാബലിക്കുള്ളത്, അല്ലെങ്കിൽ ചെറിയ ഒരു രൂപം മഹാബലിക്കുണ്ടെങ്കിൽ എന്താണ് ബ്രഹ്മാകാരം, എന്താണ് ഈശ്വരൻ്റെ ആകാരം? ഒരു കുള്ളനായിട്ട് അണുവായിട്ട് ചെറുതായിട്ട് തൻ്റെ മുമ്പിൽ വന്ന പ്രത്യക്ഷപ്പെട്ട അദ്ദേഹം പെട്ടെന്ന് ഈ ത്രിലോകങ്ങളെ കീഴടക്കുന്ന രീതിയിലേക്ക് ഒരു വിരാട് ഭാവത്തിലേക്ക് ആ വിശ്വരൂപത്തിലേക്ക് കടന്നു വന്നപ്പോൾ ഇയാൾക്ക് മനസ്സിലായി ആരാണ് ഈശ്വരൻ. അപ്പൊ ഈശ്വരനെ ബോധവൽക്കരിക്കാൻ വേണ്ടി ശുദ്ധചിത്തനായിരിക്കുന്ന ഈ മഹാബലി അത്ര ക്രൂരനൊന്നുമല്ല. അയാൾ ശുദ്ധയത്വം അല്ലെങ്കിൽ പ്രഹ്ലാദന്റെ പൗത്രനായതുകൊണ്ട് അസുരകുലത്തിൽ ജനിച്ചുവെങ്കിലും അദ്ദേഹത്തിന് ഒരു ശുദ്ധഗതിയുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറഞ്ഞ രീതിയിൽ നല്ല രീതിയിൽ ദർശനം കൊടുക്കുന്ന രീതിയിൽ വന്നു എന്ന് തന്നെ ചിന്തിക്കണം. അപ്പൊ ഈശ്വരൻ ഭക്തനായിരിക്കുന്ന മഹാബലിക്ക് നവവിധ ഭക്തി മാർഗങ്ങളിൽ ശ്രവണം, കീർത്തനം, വിഷ്ണുസ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്ന് പറയുന്ന 9-ാമത്തെ പടിയിലേക്ക് ഏറിയിരിക്കുന്ന അതീവ ശ്രേഷ്ഠനായിട്ടുള്ളൊരു ഭക്തനാണ്. അപ്പോൾ മഹാബലിയെ നിസ്സാരമായിട്ട് തള്ളരുത്. അങ്ങനെ തലകുമ്പിട്ടോടൊക്കെ നമ്മൾ തലകുമ്പിടുമോ? നമുക്ക് നമസ്കരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത്തരത്തിൽ തലകുമ്പിടുക എന്ന് പറഞ്ഞാൽ തന്നെ വിനയാന്വിതനാവുക അങ്ങേയറ്റത്തെ അറിവിന്റെ പ്രതിഫലനമാണ്. നമുക്ക് എല്ലാവർക്കും വിദ്യ എന്ന് പറയുന്നത് വേണ്ട രീതിയിൽ കരഗതമായാൽ നമ്മളും ആകേണ്ടത് വിനയാന്വിതനാണ് എന്ന് പഠിപ്പിക്കുകയാണ്. മഹാബലി ശക്തനാണ്, യോഗ്യനാണ്, ത്രിലോകങ്ങളും തന്നെ തൊൽപ്പടിക്ക് നിൽക്കുകയാണ്. എന്നിട്ട് പോലും അദ്ദേഹം തലകുമ്പിട്ട് കൊടുത്ത് തൻ്റെ ശരീരത്തെ ത്യജിക്കുന്നു, ശരീരത്തെ ഇങ്ങനെ സമർപ്പിക്കുന്നു, എന്നിട്ട് സുതലത്തിലേക്ക് പോകുന്നു എന്ന് പറയുന്നതിൽ നിന്ന് ധന്യമായിട്ടുള്ളൊരു ജീവിതം കാഴ്ചവെക്കുന്ന മഹാബലിയെ കാണാം. അവിടെ വന്ന് ഈ പറയുന്ന വാമനമൂർത്തി എന്ന് പറയുന്ന വിഷ്ണുവിൻ്റെ ആ സ്വരൂപം
അത് പെട്ടെന്ന് പെട്ടെന്ന് വളർന്നു വരുന്നതെന്നൊരു കാര്യം മനസ്സിലാക്കി, അല്ലെങ്കിൽ മനസ്സിലാക്കിച്ചു. ഇതാണ് ബ്രഹ്മാകാരം. അപ്പൊ ഈശ്വരൻ എന്ന് പറഞ്ഞ ഒന്നുകൂടി കടക്കട്ടെ, വളരെ എളുപ്പത്തിൽ ചിന്തിക്കാനായിട്ട്. വരാഹമൂർത്തിയെ എവിടെ നിന്നാ പോകുന്നത്? വരാഹമൂർത്തിയുടെ വലിപ്പം എന്തായിരുന്നു? ഈ തള്ളവരന്റെ വലിപ്പമായിരുന്നു. വരാഹമൂർത്തി ബ്രഹ്മാവിന്റെ ഉള്ളിൽ തട്ടി, അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്തേക്ക് മുക്കിക്കുടി ചാടി എന്ന് പറയുമ്പോൾ അവിടെ ഈ കുള്ളനായിരിക്കുന്ന ഈ വാമനെ പോലെ ഈശ്വരന്റെ ചെറിയ ഭാവം കണ്ടില്ലേ? ചെറുതെങ്ങനെ വലുതായി, പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ ഭീമാകാരമായി അഗാധ രക്തത്തിലേക്ക് ഇങ്ങനെ ചാടിച്ചെന്നിട്ടാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഭൂമിയെ. അതിനെ തച്ചുപറിച്ചുകൊണ്ട് ഹിരണ്യാക്ഷനെ കൊമ്മ യഥാവിധി യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്ന ചെറിയ അങ്ങേയറ്റ ആകൃഷ്ട മാത്രം തള്ളവരലിന്റെ വലിപ്പത്തിലുള്ള വന്നിക്കുട്ടി പെട്ടെന്ന് വളർന്നിട്ട് അത് ഭീമാകാരം, അത് ബ്രഹ്മാകാരം. അങ്ങനെ ബ്രഹ്മത്തിന്റെ ഈശ്വരന്റെ വലിപ്പം എന്ത് എന്ന് ചോദിച്ചാൽ, ചില കീർത്തനങ്ങളുടെ ദീക്ഷിതരുടെ കീർത്തനത്തിലോ മറ്റോ കാണുന്ന അണോരണീയാൻ മഹതോ മഹീയാൻ, അത് ഉപനിഷത്താണ്. അണോരണീയൻ എന്ന് പറഞ്ഞാൽ ചെറുതായി അണുവിന്റെ രൂപത്തിൽ ഇങ്ങനെ ചെറുതായിട്ടിരിക്കും, അത് ഈശ്വരനാണ്. അപ്പൊ കടുകിലും കടുകായിട്ട്, അല്ലെങ്കിൽ അണുവിനേക്കാൾ പരമാണുവായിട്ടിരിക്കുന്നത് ഈശ്വരൻ, മഹത്തായിരിക്കുന്ന ഭാവം ഈശ്വരൻ്റെതാണ്. അതിവിടെ ഭാഗവതം പഠിപ്പിക്കുകയാണ്. അപ്പൊ ഭാഗവതത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ ഇട്ടുകൊടുക്കുന്നു, ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ ഇട കൊടുക്കുന്നു. എന്താ ഇതിന് കാരണം? ദുഃഖിതനായിരിക്കുന്ന വേദവ്യാസന് ബ്രഹ്മത്തെ പറ്റി നിശ്ചയമില്ല. ബ്രഹ്മം എന്താണ്, താനാര്? ബ്രഹ്മസൂത്രമൊക്കെ എഴുതിയവനാ. അപ്പൊ ഈ ബ്രഹ്മസൂത്രത്തെ പറ്റിക്ക് എഴുതിയെങ്കിലും എന്തെന്നില്ലാത്തൊരു ചിന്ത. അപ്പൊ ചിന്താകുലത കൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന അദ്ദേഹത്തിന് ബ്രഹ്മത്തെ പിടുത്തം കിട്ടുന്നില്ല എന്നുള്ള മട്ട് പറയാൻ പറ്റും. പക്ഷെ ബ്രഹ്മവുമായിട്ട് സാമീപ്യത്തിൽ വരുന്നില്ല, സമ്പർക്കത്തിൽ വരുന്നില്ല, അല്ലെങ്കിൽ അത് പരിചയപ്പെടാൻ വരുന്നില്ല. തടസ്സമായിട്ട് ആരോ നിൽക്കുന്നു. ആ ആരോ നിൽക്കുന്ന വരിക അത്തരത്തിൽ മായയെ കാണിച്ചു കൊടുത്തു ഈ ഭാഗവതം. അല്ലെങ്കിൽ ഈ പറയുന്ന നാരദപ്രേരിതനായിട്ട് നാരദന്റെ ഉപദേശം അനുസരിച്ച് കിട്ടിയ ഭാഗവതം വെച്ചുകൊണ്ട് ധ്യാനനിഷ്ഠരായപ്പോൾ അദ്ദേഹത്തിന് മായയെ കാണാൻ കഴിഞ്ഞു. മായയെ അതിജീവിക്കണമെന്ന് പഠിച്ചു. ആ മായയെ അതിജീവിക്കാനായിട്ടുള്ള വിദ്യയാണിത്. അവിടെയാണ് ഈ അവതാരങ്ങളെല്ലാം വരുന്നത്. ഒടുവിൽ അഷ്ടമസ്കന്ധത്തിൽ വന്നതെന്ന മത്സ്യാവതാരമാണ്. ഈ മത്സ്യാവതാരവും തർപ്പണം ചെയ്യുക എന്ന് പറയുന്ന കർത്തവ്യനിരതനായ സത്യവ്രതൻ എന്ന് പറയുന്ന രാജശ്രേഷ്ഠന്റെ ദൈനംദിന ജീവിതത്തിലെ അദ്ദേഹത്തിന്റെ ഉപാസന, അതിനിങ്ങനെ തർപ്പണം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കയ്യിൽ വന്ന് വീണ ജലം, അല്ലെങ്കിൽ കയ്യിലുള്ള ജലത്തിലേക്ക് വന്ന് വീണ ചെറിയ മത്സ്യമല്ലേ അവിടെയും വലുതായി പോകുന്നത്. അങ്കുഷ്ടമാത്രവല്യനായിരിക്കുന്ന പന്നിക്കുട്ടി എങ്ങനെയാണോ വാസ്തവത്തിൽ വലുതായി പോയത്, അതുപോലെ ഈ പറഞ്ഞ വാമനൻ എങ്ങനെയാണോ ഭീമാകാരൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ത്രിലോകങ്ങളെ കീഴടക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്, അതേപോലെ തന്നെ ഇവിടെ മൂന്നാമതും നമ്മൾ കാണുന്നത് ഈ പറയുന്ന മത്സ്യവിഗ്രഹനായിരിക്കുന്ന ഭഗവാൻ ചെറിയൊരു മത്സ്യം പെട്ടെന്ന് ഇങ്ങനെ വലുതായി വളരെ ബൃഹത്തായിട്ടുള്ള ആകാരത്തെ സ്വീകരിക്കുന്ന ഈശ്വരനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു മനുഷ്യൻ, നമ്മളെല്ലാവരും 6 അടിക്കാരോ 5 അടിക്കാരോ 5 ഇഞ്ചുകാരോ ഒക്കെയാണ്. അപ്പൊ ഇങ്ങനെ പൊക്കം പല രീതിയിലുള്ള വണ്ണവും അതുപോലെയുള്ള ഈ ചെറിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വലിയ ലോകം, അതാണ് നമ്മളെ അരവിന്ദന്റെ കാർട്ടൂൺ പണ്ട് ഇല്ലേ, ചെറിയ മനുഷ്യരും വലിയ ലോകവും, സുന്ദരമായിട്ടുള്ള കാർട്ടൂണാണ്. അപ്പൊ അതിനകത്ത് ഈ ചെറിയ മനുഷ്യന്റെ വലിയ ലോകം കാണാനുള്ള കണ്ണ് ചെറുതാണ്. അപ്പോൾ മനുഷ്യ ശരീരത്തിൽ ചെറിയ കണ്ണ് വെച്ചുകൊണ്ട് വലിയ ലോകത്തെ കാണാനുള്ള യോഗ്യത ഈ മനുഷ്യന് കൊടുത്തപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. മനുഷ്യന്റെ ദീർഘദൃഷ്ടിയും ബൃഹത്തായിരിക്കുന്ന ദൃഷ്ടിയും വലിയ ദൃഷ്ടിയും ഒക്കെ ഈ ചെറിയ ശരീരത്തിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്. ഈ ചെറിയ ശരീരത്തിൽ ഇരിക്കുന്ന ജീവഭാവം അത് ബ്രഹ്മഭാവമാണ്. അത് ബൃഹത്തായിട്ടുള്ള ആകാരത്തിലേക്ക് കടക്കുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ അവതാരങ്ങൾ. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഭാഗവതം എന്ന് തോന്നിയിരുന്നത് നമ്മൾ വെറുതെ തമാശയ്ക്ക് ഇങ്ങനെ വായിച്ചു പോകുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊന്നുമല്ല അതിൻ്റെ ലക്ഷ്യം. വേദവ്യാസർ ഉദ്ദേശിച്ചതും വേദവ്യാസർ കണ്ടതും ഇത്തരത്തിൽ തന്നിൽ കുടികൊള്ളുന്ന അണോരണീയൻ മഹതോ മഹീയാൻ എന്ന് പറയുന്ന ബ്രഹ്മതത്വത്തെ, തൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ഈ അങ്കുഷ്ടമാത്രവല്യനായിരിക്കുന്ന ഈശ്വരനെ ബൃഹദാകാരത്തിലേക്ക് കൊണ്ടുവന്ന് ഈ പ്രപഞ്ചം മുഴുവൻ ഈശ്വരനാണ് എന്ന് ആ ധാരണയിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഭാഗവതം. അഷ്ടമസ്കന്ധം കഴിഞ്ഞു ഇല്ലേ? നവം. ഇനി നവമത്തിലേക്ക് കിടക്കുമ്പോൾ അത് സുന്ദരമായിരിക്കുന്ന രാമാവതാരം, പരശുരാമാവതാരം, ഇങ്ങനെയുള്ള അവതാരങ്ങൾ വരുമ്പോൾ വാസ്തവത്തിൽ എന്തിനാണ് രാമൻ അവതരിച്ചത്? നമ്മൾ 2 അധ്യായങ്ങളെ കൊണ്ട് ഭാഗവതത്തിൽ പറയുന്ന രാമാവതാരം ബൃഹത്തായിട്ടുള്ള രാമായണങ്ങൾ പലതുമുള്ളത് കൊണ്ട് ചുരുക്കി എന്നാണ് പറയുന്നത്. അപ്പൊ ഏതായാലും ചുരുക്കിയാലും വലുതാക്കിയാലും ഇതൊരു പ്രധാനപ്പെട്ട കണ്ണിയാണ് രാമാവതാരം. രാമാവതാരം ഇല്ലെങ്കിൽ കൃഷ്ണാവതാരം വേണ്ട. അപ്പോൾ രാമാവതാരം ഇടയ്ക്കുള്ള അന്വേഷണീയം അനിവാര്യമായിട്ടുള്ള ഒരു അവതാരമാണ്. അദ്ദേഹം അവതരിച്ചെങ്കിലേ പിന്നെ ഈ രാവണകുംഭരാദികളായിട്ട് ജയിക്കുന്ന ജൈവജയന്മാരുടെ അന്ത്യം കുറിച്ചെങ്കിൽ മാത്രമേ അവർക്ക് മൂന്നാമത് കൃഷ്ണാവതാരത്തിൽ പെട്ടിട്ട് ഈ പറയുന്ന ശിശുപാലനായാലും ആരായാലും അവർക്ക് മോക്ഷം കിട്ടാനായിട്ട് ചിന്തിക്കണ വിഷയം. അതായത് ആദ്യം ഈ പറയുന്ന വരാഹാവതാരം അനുഷ്ഠിച്ചുകൊണ്ട് ഹിരണ്യാക്ഷനെ കൊന്നു, ഒരവതാരം പോരാതെ വന്നു, ഹിരണ്യേശ്വരനെ കൊല്ലാൻ വേറൊരു അവതാരം കൂടി എടുത്തു. രണ്ടും ഘോര രൂപങ്ങളാണ്. വരാഹമായാലും നരസിംഹമായാലും
രണ്ടവതാരം എടുത്തിട്ടാണ് ഇപ്പോഴത്തെ ആദ്യത്തെ വിജയന്മാരുടെ ജന്മത്തെ നശിപ്പിച്ചത്. പക്ഷേ രണ്ടാമതൊരു ജന്മം വന്നത് രാവണൻ കുംഭകർണൻ എന്നുള്ള രീതിയിൽ വന്നത് അവരെ കൊല്ലാനായിട്ട് ഭഗവാൻ ഒരൊറ്റ അവതാരം രാമാവതാരം മതി. പിന്നെ ശിശുപാലൻ തന്ത്രമായിട്ട് വന്നപ്പോൾ ദശമസ്കന്ധത്തിൽ നമ്മൾ കണ്ടതെന്താ, ഒരേ ഒരു അവതാരം കൃഷ്ണാവതാരം കൊണ്ട് അവരെയും വാസ്തവത്തിൽ ഹനിച്ച് അവരുടെ ശരീരത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് അവരുടെ ആത്മതേജസ്സിനെ അവരിലേക്ക് ഭഗവാനിലേക്ക് സംക്രമിപ്പിച്ചു. ലക്ഷ്യം മനസ്സിലായി. അപ്പോൾ എല്ലാ തരത്തിലും ജയവിജയന്മാർ കാവൽക്കാരായിട്ട് അവിടെ നിൽക്കുകയും അവിടെ നിന്ന് ശാപഗ്രസ്തരായി സനകാദികളുടെ ക്രോധത്തിന് വിധേയരായിട്ട് ഉരുണ്ട താഴത്തേക്ക് വീഴുകയും ജയവിജയന്മാർ വീണ്ടും 3 ജന്മം എടുക്കുന്ന കൂട്ടത്തിൽ ആ 3ാമത് ജന്മത്തിലാണ് ശിശുപാലാദികളെ ഭഗവാൻ തൃച്ചക്രം ഉപയോഗിച്ചുകൊണ്ട് നിഹനിക്കുന്നത്. ഇത്ര അവതാരങ്ങൾ വരുമ്പോൾ മത്സ്യകൂർമ്മവരാഹശ നരസിംഹശവാമന രാമോ രാമശ്രാമശ്ച കൃഷ്ണ അത് മാറ്റിയിട്ട് കൃഷ്ണനെ തന്നെ ഈ പറയുന്ന ഏറ്റവും ശ്രേഷ്ഠ ബ്രഹ്മസ്വരൂപമാക്കിയിട്ട് ആ സ്ഥാനത്ത് ബുദ്ധനെ വെച്ചുകൊണ്ട് നമ്മൾ 10 അവതാരം പറയാറുണ്ട്. കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്നല്ലേ ഭാഗവതം പറഞ്ഞത്. അപ്പോൾ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് പറയുന്ന ഭാഗവതത്തിൻ്റെ രീതി അനുസരിച്ച് കൃഷ്ണൻ ബ്രഹ്മമാണ്. ആ കൃഷ്ണനിൽ നിന്ന് എല്ലാം തന്നെ ഇങ്ങനെ ഉത്ഭവിക്കുന്നു. അത്തരത്തിലുള്ള അവതാരങ്ങൾ പഠിക്കുമ്പോഴും ഇവിടെ വാസ്തവത്തിൽ ശരീരമെടുത്തുകൊണ്ട് ഭഗവാൻ യഥാ യഥാഹി ധർമ്മസ്യ ഗ്ലാനിർ ഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സുജാമ്യഹം എന്നെല്ലാം തന്നെ പറഞ്ഞു പഠിപ്പിക്കുന്ന അധർമ്മം കൊടികുത്തി വാഴുമ്പോൾ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഭഗവാൻ അവതരിക്കുന്നു എന്നുള്ള ഗ്യാരണ്ടി അത് നടത്താൻ വേണ്ടിയിട്ട് ഇവിടെ പല പല രീതിയിൽ അവതരിക്കുന്നു. പക്ഷേ ഈ അവതാരങ്ങളെയെല്ലാം തന്നെ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് കൊണ്ടുവരേണ്ടത് ഭാഗവതത്തിന്റെ ലക്ഷ്യമാണ്. ഏകാദശസ്കന്ധം വരുമ്പോൾ നമ്മുടെ ബുദ്ധിയുടെ തലത്തിലാണ്. ദശമസ്കന്ധത്തിലേക്ക് വന്നപ്പോൾ ഹൃദയത്തിന്റെ തലത്തിലാണ്. ഹൃദയത്തിന്റെ തലത്തിലായതുകൊണ്ട് ഭക്തിയുടെ രീതിയിലാണ്. അതാണല്ലോ ദശമസ്കന്ധം. ഹൃദയം ഭക്തി. തല എന്ന് പറയുമ്പോൾ ജ്ഞാനം, അത് ഉത്തമാംഗം. അപ്പൊ തല എന്ന് പറയുന്ന ഏകാദശസ്കന്ധത്തിൽ വരുമ്പോൾ തുടക്കം മുതൽ കാണുന്നത് മറ്റവതാരങ്ങളെയെല്ലാം തന്നെ ഇല്ലാതെയാക്കിക്കൊണ്ട് നമുക്ക് വന്നിടത്തേക്ക് എങ്ങനെ പോകാം. സ്വധാമ നയ മാം അഭി എന്നല്ലേ ചോദിച്ചത്. സ്വധാമ നയ മാം അഭി, എന്നെ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. അല്ലാതെ ഭഗവാന്റെ അടുത്തേക്ക് എന്നെയും കൂടി കൂട്ടിക്കൊണ്ടുപോകണമെന്നല്ല ഭാഗവതം പറഞ്ഞത്. വളരെ ശ്രദ്ധിക്കേണ്ട സ്വധാമ നയ, സ്വധാമം അതങ്ങോട്ടേക്ക് എന്നെ നയിക്കണം. അപ്പൊ നമ്മളെല്ലാവരും തന്നെ ഇൻഡിവിജ്വൽസ് അവരവരുടേതായിട്ടുള്ള മാർഗം അവലംബിച്ച് പ്രത്യേകിച്ച് ഭാഗവത്തെ സ്വീകരിച്ച് അവരവർ വന്നിടത്തേക്ക് പോവുക. ഈ അവരവർ വന്നത് എവിടെ നിന്നാ? എല്ലാവരും വന്ന ഒരു സ്ഥലത്ത് നിന്നാണ്. ആ ഏതൊരു സ്ഥലമാണോ വൈകുണ്ഠം എന്ന് പറയുന്നത്, ആ വൈകുണ്ഠത്തിൽ നിന്ന് അകത്തേക്ക് കടക്കാൻ പറ്റാതെ നിന്ന ജൈവിജന്മാരുടെ സ്ഥാനത്ത് നമ്മൾ അകത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ടത് ഇല്ല എന്ന് ഭാഗവതം. യത്കത്വാ ന നിവർത്തന്തേ. അപ്പൊ ഇവിടെ ഇത്തരത്തിലുള്ള കഥകളെല്ലാം തന്നെ വന്നിട്ട് ഒടുവിൽ ഹംസത്തെ അവതരിപ്പിക്കാൻ എന്തേ കാരണമെന്ന് ചോദിച്ചാൽ രൂപമില്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ വരണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ ചോദ്യം ചോദിക്കുന്നത് സനകാദികളാണ്. സനകാദികൾ എന്ന് പറയുന്ന ബ്രഹ്മദേവന്റെ 4 പുത്രന്മാര് മനസ്സ് ബുദ്ധി ചിത്തം അഹങ്കാരം എന്ന് പറയുന്ന ആ 4 അന്തർകരണ ചതുഷ്ടയം. ഈ അന്തർകരണ ചതുഷ്ടയത്തിൽ ജനിച്ചതാണ് സനകൻ, സനന്ദൻ, സനാതനൻ, സനൽകുമാരൻ. അപ്പൊ ഇവർ 4 പേരും കൂടി ഇങ്ങനെ ലോകം മുഴുവൻ നടക്കും. അവരെ പറ്റി നമ്മൾ കാണുന്നത് സപ്താഹ ഈ പറയുന്ന മഹാത്മ്യത്തില് സദാ ഹരിശരണം പ്രാപിച്ചവർ, എന്നും 5 വയസ്സേ ഉള്ളവർക്ക്. അപ്പൊ 5 വയസ്സുള്ള സദാ ഹരിശരണം പ്രാപിച്ചിട്ടുള്ള ഇവര് നിർബാധം നടക്കുന്നവരെ ഇവരെ ആരും തടയാറില്ല. അവരാണ് വൈകുണ്ഠത്തിന്റെ കാവൽക്കാർ തടഞ്ഞത്. അതുകൊണ്ടാണ് ഇരുകൂട്ടരും തിരിച്ചു വന്ന് അവിടെ പതുക്കെ നിന്നിട്ട് പോകുന്നത്. അപ്പൊ എന്തിനാണ് അവരങ്ങോട്ട് പോയത്? ഭഗവാനെ കാണാനാണ്. ഭഗവാനെ കാണാനെന്ന് പറഞ്ഞ് മാത്രം നിർത്തരുത്. ഭാഗവതത്തില് ഭഗവാനെ കണ്ടു കഴിഞ്ഞാൽ, അകത്തേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ പുറത്തേക്ക് വരേണ്ടതില്ലെന്ന് യത്കത്വാ ന നിവർത്തന്തേ. അപ്പൊ സപ്തമസ്കന്ധത്തിലെ ഇതര ഭാഗങ്ങളിലും എല്ലാം തന്നെ ഭഗവത്ഗീതയിലും വളരെ വ്യക്തമായിട്ട് പറയുന്ന എവിടെ ചെന്നിട്ടാണോ തിരിച്ചുവരവില്ലാത്തത് ആ സ്ഥലം വൈകുണ്ഠം, അങ്ങോട്ടേക്ക് കയറാൻ വേണ്ടിയിട്ടാണ് ഈ പാവങ്ങൾ ചെന്നത്. ഈ 4 കുട്ടികൾ 5 വയസ്സുകാരെ സദാ ഹരിശരണം പ്രാപിച്ചത് നിർബാധമില്ലായിടത്തും പോകാൻ പറ്റുന്ന ബ്രഹ്മസ്വരൂപികളവര്. ആ ബ്രഹ്മസ്വരൂപികളെ പോലും തടഞ്ഞ് അവർക്ക് അകത്ത് കയറാൻ പറ്റിയില്ല. അവര് തിരിച്ചു പോകുന്നു അകത്തേക്ക് കയറാതെ. ഭഗവാൻ പുറത്ത് നിന്നിട്ട് അവരെ അനുഗ്രഹിച്ചു, ഇവരെ ശമിച്ചവര് എല്ലാവരെയും അനുഗ്രഹിച്ചു. എന്നിട്ടാണ് ഭഗവാൻ തന്റെ ജോലി തുടങ്ങുന്നത്. തൃതീയ സ്കന്ധത്തിൽ തുടങ്ങിയ ജോലി ദശമസ്കന്ധത്തിൽ ഭഗവാൻ കൃഷ്ണന്റെ അവതാരത്തോടുകൂടി തീർന്നു. ദശമസ്കന്ധത്തിൽ കൃഷ്ണന്റെ അവതാരത്തോടുകൂടി തീർന്നപ്പോൾ എന്ത് പറ്റി? വാസ്തവത്തിൽ ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു തീർക്കണം കൃഷ്ണന്. അപ്പോൾ കൃഷ്ണൻ എന്ന് പറയുന്ന പരമാത്മസ്വരൂപം അല്ലെങ്കിൽ പരബ്രഹ്മസ്വരൂപം പൂർണ്ണാവതാരം എന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവതാദികൾ അല്ലെങ്കിൽ വൈഷ്ണവര് ഈ പൂർണ്ണാവതാരമായിരിക്കുന്ന കൃഷ്ണന്റെ ഭിന്നത്തെ ജോലി എന്താ? എത്ര ഉപദേശങ്ങളാണ്. ഗോപസ്ത്രീകളെ എല്ലാവരും ഉപദേശിച്ചും പല രീതിയിൽ അവരെ മെരുക്കി അവരെ എല്ലാം തന്നെ ശ്രേഷ്ഠമതികളാക്കുന്നുണ്ട്. 16,100 പരം ഭാര്യമാരെ ദ്വാരകയിൽ വസിപ്പിച്ചുകൊണ്ട് അവരെ നല്ല രീതിയിൽ ഉപദേശിച്ചു കൊണ്ട് നടക്കുന്നുണ്ട്.
അവസാനം ജലക്രീഡ നടത്തിക്കൊണ്ട് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് അവരെ എല്ലാവരെയും പ്രബുദ്ധരാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള ഭഗവാനാണ് കുരുക്ഷേത്രം യുദ്ധം നടക്കുമ്പോൾ മധ്യമപാണ്ഡവൻ അർജുനന് ഉപദേശം കൊടുക്കുന്നത്. ഇപ്പോൾ കൊടുക്കുന്ന ഉപദേശമാണെങ്കിൽ ഉദ്ധവർക്കാണ്. ഉദ്ധവരും അർജുനനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കേണ്ടത്, ഉദ്ധവൻ എന്ന് പറയുന്നത് ഭഗവാന്റെ പ്രധാനപ്പെട്ട സജീവനാണ്. അപ്പൊ ഇങ്ങനെയുള്ളൊരു മന്ത്രിയെ വേറെ കാണില്ല. കാരണം എന്താ, രാവിലെ എടുത്തൊടുത്ത് വൈകുന്നേരം അഴിച്ചു വയ്ക്കുന്ന ഭഗവാന്റെ വേഷം അതേപോലെ എടുത്ത് ധരിക്കുന്നവനാണ് ഉദ്ധവര്. നമ്മൾ സാധാരണ ആരെങ്കിലും എടുത്ത് അഴിച്ചു വെച്ചാൽ അതെടുത്ത് ധരിക്കാറില്ല. അത് വാസ്തവത്തിൽ അത് വൃത്തികെട്ട വസ്ത്രമായിട്ട് മാറും. പക്ഷെ അത് അതേ രീതിയിൽ തന്നെ എടുത്തു വയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇദ്ദേഹം കൊടുത്ത കൃഷ്ണൻ കൊടുത്ത വസ്ത്രങ്ങൾ അതേപടി എടുത്ത് ഉടുത്തു എന്നല്ല, കൃഷ്ണന്റെ രൂപത്തിലേക്കായില്ലേ. മനസ്സിലായില്ല? അതായത് കൃഷ്ണൻ ഏതൊരു വേഷമൊക്കെയാണ് കിട്ടിയത് അതെല്ലാം തന്നെ എടുത്ത് അഴിച്ചു വെച്ചേക്കണേ എടുത്ത് താനും ധരിക്കും. അപ്പോൾ താൻ കൃഷ്ണ രൂപത്തിലായി. അപ്പൊ താതാത്മ്യം പ്രാപിക്കുക എന്ന് പറയുന്ന വാക്കാണോ. അതായത് സാരൂപ്യം, ഭഗവാന്റേതായിട്ടുള്ള രൂപത്തിലേക്ക് വരിക. പണ്ട് അമൃതാനന്ദമായി വേഷം കെട്ടിയിരുന്നിരുന്ന വ്യാഴാഴ്ച കൃഷ്ണൻ, വെള്ളിയാഴ്ച ഭഗവതി. ഓർക്കുന്നുണ്ടോ? അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ തന്നെ ഇവിടെയും ഈ പറയുന്ന ഭഗവാന്റെ വേഷത്തിൽ ഇങ്ങനെ ഇരിക്കും. അതാണ് ഉദ്ധവര്. താതാത്മ്യം പ്രാപിക്കുകയാണ്. ഭഗവാനുമായിട്ട് ഒത്തുചേർന്നുകൊണ്ട് ഭഗവാന്റെ രൂപത്തിലേക്ക് വന്ന് ഭഗവന്മയമായിട്ട് എല്ലാം കണ്ട് ഇതെല്ലാം തന്നെ ഞാനാരാ? വാസുദേവനാ. പൗണ്ഡ്രക വാസുദേവന്റെ കഥ ദശമസ്കന്ധത്തിൽ നമ്മൾ വായിച്ചു. പൗണ്ഡ്രക വാസുദേവൻ വേഷം കെട്ടി ഇങ്ങനെ ഇരിക്കുകയാണ്. അയാൾ കുറ്റക്കാരനൊന്നുമല്ല, അയാൾ വിഡ്ഢിവേഷം കെട്ടിയതല്ല. അയാൾ എന്താ ചെയ്യുന്നത്? ഞാൻ വാസുദേവനാണ്, ഞാൻ വാസുദേവനാണെന്ന് പറയുമ്പോൾ സ്വയം ഇങ്ങനെ ആർജിക്കുകയാണ് ഈ വാസുദേവ തത്വം. ഈശ്വരൻ ഞാനാണ്, അതിൽ അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. അപ്പൊ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള ആ ഉപദേശവാക്യത്തെ സ്വീകരിച്ചുകൊണ്ട് നേട്ടം നേടുന്ന സാക്ഷാത്കാര പദവി അതവിടെ കാണിച്ചു തന്നു പൗണ്ഡ്രക വാസുദേവനെ കൊണ്ട്. അത് തന്നെയാണ് ഉദ്ധവരെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ഉദ്ധവരാണ് വാസ്തവത്തിൽ ഭഗവാൻ പോകാറായി എന്ന് കണ്ടപ്പോൾ എന്നെ കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. പക്ഷെ ഭാഗവതം പ്രയോഗിച്ചത് എന്താ? എന്നെ കൂടി കൊണ്ടുപോകണം എന്ന് പറഞ്ഞാൽ സ്വധാമ നയ മാമബി എന്ന് തന്നെയാണ്. സ്വധാമ, എൻ്റെ തന്നെ വീട്ടിലേക്ക് എന്നെ നയിക്കണമെന്ന്. ഞാൻ വന്നിടത്തേക്ക്, ഞാൻ വന്നത് ഭഗവാൻ വന്നത് ഒരിടത്ത് നിന്നാണ്. ഒരിടത്തു നിന്നല്ലാതെ മറ്റെങ്ങൊന്നും വരാൻ ഇടമില്ല. അപ്പൊ അങ്ങോട്ടേക്ക് എന്നെ നയിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് അനുവദിച്ചു കൊടുക്കാൻ വേണ്ടിയുള്ള ഉപദേശങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഒടുവിൽ നാളെ നമ്മൾ ബദരികാശ്രമത്തിലേക്ക് പോകുന്നു, ഉദ്ധവനെ കാണുകയും ചെയ്യും. അങ്ങനെ വന്നപ്പോഴാണ് ഉദ്ധവന്റെ ചോദ്യം 13ാമത്തെ അധ്യായത്തിൽ എങ്ങനെയാണ് സാത്വികം, താമസം, രാജസം എന്നെല്ലാം പറയുന്ന ഗുണങ്ങൾ, ഈ പറയുന്ന ത്രിഗുണങ്ങൾ ചിത്തത്തിൽ മനസ്സിൽ പ്രവേശിക്കുന്നത്, മനസ്സിൽ അവനെ എങ്ങനെ വിട്ടുപോകുന്നു എന്നാണ് ചോദ്യം. എളുപ്പമല്ല. ആ ചോദ്യത്തിന് ഉത്തരം പറയാനായിട്ട് ബുദ്ധിമുട്ട് തോന്നി ബ്രഹ്മദേവന്. അത് ബ്രഹ്മദേവനോട് ചോദിച്ച ചോദ്യമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ബ്രഹ്മദേവനോട് ശനകാദികൾ ചോദിച്ച ചോദ്യം ബ്രഹ്മദേവൻ അച്ഛൻ ഈ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റാതെ ഇരിക്കുമ്പോൾ എന്ത് ചെയ്തു? ബ്രഹ്മദേവൻ വിഷ്ണുവിനെ ധ്യാനിച്ചു അച്ഛൻ. അപ്പം ബ്രഹ്മദേവന്റെ അച്ഛനായിരിക്കുന്ന നാരായണനെ ധ്യാനിച്ചപ്പോൾ നാരായണൻ ഹംസരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന്. നമ്മൾ ചോദിക്കേണ്ട ചോദ്യം, എന്തേ ഇതിനു മുമ്പ് പല വേഷങ്ങളും കെട്ടി വന്ന് ഈ നാരായണൻ? വരാഹത്തിന്റെ വേഷം കെട്ടി, നരസിംഹത്തിന്റെ വേഷം കെട്ടി, പല വേഷങ്ങളും കെട്ടി. കൂർമ്മമായാലും ഇതുപോലെ വാമനായാലും പല വേഷങ്ങൾ കെട്ടി. രാമനായി, ഇനി കൃഷ്ണനുമായി. അപ്പൊ അതേ രീതിയിൽ വേഷം കെട്ടിയിട്ടുള്ള ആ രൂപത്തിൽ എന്താ വരാതിരുന്നത്? എന്തുകൊണ്ട് ഹംസരൂപത്തിൽ വന്നു? ഹംസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആത്മരൂപം. അല്ലാതെ ഹംസം എന്ന പക്ഷിയുടെ കൂട്ട് നിങ്ങൾ ചിന്തിക്കരുത്. അതെല്ലാം വരച്ചു വയ്ക്കുന്നത്. ഹംസായ വിദ്മഹേ പരമഹംസായ ധീമഹി തന്നോ ഹംസ പ്രചോദയാലെന്ന് ഹംസകാര്യത്തിൽ. ഹംസായ വിദ്മഹേ പരമഹംസായ ധീമഹി തന്നോ ഹംസ പ്രചോദയ. എല്ലാം ഹംസം തന്നെ. ഈ ഹംസം കൊണ്ട് ഉദ്ദേശിക്കുന്ന സോഹമാണ്. ഹംസം എന്ന് പറയുന്നത് ഉണ്ടാകുന്നത് സോഹത്തിൽ നിന്നാണ്. സോഹം എന്ന് പറഞ്ഞാൽ അത് ഞാൻ എന്നാണ്. അപ്പോൾ സ അഹം എന്ന് പറയുമ്പോൾ അത് വാസ്തവത്തിൽ ആത്മാ അല്ലെങ്കിൽ പരമാത്മാ അല്ലെങ്കിൽ ഈശ്വരൻ. ആ ഈശ്വരനാരാ? ഞാൻ. അപ്പോൾ സോഹം എന്നുള്ള മന്ത്രത്തിൽ, സോഹം എന്ന് പറയുന്ന ജപഗായത്രിയിൽ അതുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഞാൻ അതാണ്. തത്വമസി എന്ന് വരുന്ന ഒരു പൊരുളാണ്. അപ്പോൾ തത്വമസ്യാദി മഹാവാക്യങ്ങൾ അടങ്ങിയിരിക്കുന്ന പൊരുൾ സോഹം എന്ന് പറയുന്ന മന്ത്രത്തിലൂടെ കടന്നു വരുമ്പോൾ ഞാൻ അതാണ്, ഞാൻ ഈശ്വരനാണ് എന്നുള്ള ഭാവത്തിലേക്ക് വരും. അത് തിരിഞ്ഞു പോയതാണ് ഹംസ. ഇവിടുത്തെ കിട്ടിയോ? സോഹം ഹംസ. അപ്പൊ ഈ സോഹം ഹംസയായിട്ടാണ് വ്യഞ്ജനോപാഖ്യാനത്തെ ചതുർത്ഥ സ്കന്ധത്തില് 2 ഹംസങ്ങളെ അവിടെ കീർത്തിക്കുന്നുണ്ട്, അവിടെ ചിത്രീകരിക്കുന്നുണ്ട്. മാനസരസിൽ ഇതൊക്കെ പോയി മാനസരസിലും കൈലാസത്തിലും ഒക്കെ പോകുന്നവർ അന്വേഷിച്ചറിഞ്ഞ കാണുമോ? ഒന്നും കാണില്ല. വെറുതെ കാശ് ചിലവാക്കി ഇങ്ങനെ അടക്കാം. പക്ഷെ ഇതിനെപ്പറ്റി ചിന്തിച്ചുറപ്പിച്ചാൽ നമുക്ക് സാധിക്കും. നമ്മുടെ മനസ്സാകുന്ന സരസ് എത്രമാത്രം ബൃഹത്താണ്. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് എവിടെയെല്ലാം തന്നെ പോകാൻ കഴിയുന്നു. വിസ്തൃതമായിരിക്കുന്ന മനസ്സ് അല്ലെങ്കിൽ മനസ്സാകുന്ന സരസ്, അതിൽ കാണുന്ന 2 അന്നങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞ ജീവഹംസം, മറ്റൊന്നാണ് പരമഹംസം. 2ആയിട്ട് ഇങ്ങനെ മാറിയതാണ് ഗതികേട്. 2ആയിട്ട് തീരുമ്പോൾ ജനിക്കേണ്ടി വരുന്നു. ഇതുകൊണ്ട് ഇതിനർത്ഥം. അപ്പൊ 2ആയിട്ട് എപ്പോൾ നമ്മൾ മാറുന്നുവോ, ഈശ്വരനും പ്രകൃതിയും 2ആയിട്ട് എപ്പോൾ തീരുന്നുവോ അപ്പോൾ സൃഷ്ടി തുടങ്ങാണ്.
രണ്ടായിട്ട് തീർന്ന സൃഷ്ടി ഉണ്ടാകുന്നതിനുള്ള രീതിയാണ് ജീവഹംസവും പരമഹംസവും. ആ ജീവഹംസം സോഹം എന്ന് പറയുന്ന ഞാൻ അതാണ്, ഈശ്വരൻ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവതാര സ്വരൂപമാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് പാല് നിവേദിക്കും. യജ്ഞവേദിയിൽ നമ്മൾ പാല്, ശുദ്ധമായിരിക്കുന്ന പാല്, വെളുത്ത പാല്, യോഗിക്കായിരിക്കുന്ന ആ പ്രത്യേക നിവേദ്യം അത് തന്നെ അർപ്പിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഹംസത്തെ നമ്മൾ ആദരിക്കുന്നത്. ഈ ഹംസാവതാരം വന്നപ്പോൾ നമുക്ക് കിട്ടുന്നത് എങ്ങനെ നമുക്ക് ചിത്തത്തിൽ നിന്ന് ത്രിഗുണങ്ങളെ വേർപെടുത്താം എന്നുള്ള രീതിയാണ്. അപ്പോൾ അതിന് ഹംസം അല്ലെങ്കിൽ ഹംസമായിട്ട് അവതരിച്ച ഭഗവാൻ നാരായണൻ ഉപദേശിച്ചു കൊടുക്കുന്നത് തുര്യയിലിരുന്നു കൊണ്ട്. ഈ വിഷയം വളരെ ഗഹനം, പെട്ടെന്ന് കയറാൻ ബുദ്ധിമുട്ടാണ്. തുര്യയിലിരുന്നു കൊണ്ട് മൂന്നിനെയും ത്യജിക്കാനാണ്. തുര്യ എന്ന് പറയുന്ന നാലാമത്തെ അവസ്ഥയാണ് ചതുരീയ. ഈ നാലാമത്തെ അവസ്ഥയിൽ ഇരുന്ന് മൂന്നും ത്യജിക്കാന്ന് വെച്ചാൽ മൂന്നിനെ ത്യജിച്ചിട്ട് വേണ്ടി അവിടെ എത്താൻ. നമ്മൾ ജയിക്കാൻ വേണ്ടിയിട്ട് രജോ ഗുണം. അപ്പോൾ ജനിച്ചപ്പോൾ ബ്രഹ്മാവിൻ്റെതായിട്ടുള്ള പ്രവൃത്തി രജോ ഗുണം. അത് കഴിഞ്ഞ് വിഷ്ണുവിൻ്റെതായിട്ടുള്ള പ്രവൃത്തി കൊണ്ട് സാത്വിക ഗുണം നമ്മൾ പാലിക്കപ്പെട്ടു. അപ്പോൾ വെളുപ്പായി. അത് കഴിഞ്ഞ് മൂന്നാമത്തത് ഈ പറയുന്ന മൃത്യു അല്ലെങ്കിൽ സംഹാരത്തിൻ്റെതായ തമോ ഗുണം, അത് രുദ്രൻ്റേത്. ബ്രഹ്മ, വിഷ്ണു, രുദ്രൻ. അപ്പോൾ ചുവപ്പ്, വെളുപ്പ്, കറുപ്പ്, ഈ പറയുന്ന മൂന്ന് ഗുണങ്ങളും കഴിഞ്ഞിട്ടാണ് നാലാമത് തുര്യ, ചതുരിയ എന്ന് പറയുന്ന നിർഗുണമായിട്ടുള്ള ഭാവം. അപ്പോൾ നിർഗുണഭാവത്തിൽ ഇരുന്നു കൊണ്ട് മറ്റു ഗുണങ്ങളെയെല്ലാം തന്നെ ത്യജിക്കണമെന്ന് പറയുമ്പോൾ ഓരോരോ ഗുണങ്ങളെ അതിജീവിച്ച് നമ്മൾ വന്നാൽ തുര്യയിലെത്താം. തുര്യയിലെത്തിയാൽ പിന്നെ വേറൊന്നും ഒരു ഗുണവും നമ്മളെ ബാധിക്കുന്നില്ല എന്ന് ഇവിടുത്തെ കിട്ടിയാവും. നമ്മുടെ ഉപാസനയായാലും ആഹാരാദി കാര്യങ്ങളായാലും ദൈനംദിന ജീവിതമായാലും മ്ലേച്ഛമായിട്ടുള്ള രീതിയിൽ നടത്തുമ്പോൾ, ഇപ്പോൾ കള്ളു കുടിക്കുക, അതുപോലെ വൃത്തികെട്ട മാംസാദികളെല്ലാം തന്നെ ഭുജിച്ചുകൊണ്ട് ജീവിതം ഒരു വൃത്തികെട്ട രീതിയിൽ നയിക്കുമ്പോൾ നമ്മൾ കാട്ടാളൻ സമാനമായി കാട്ടാളൻ. അപ്പോൾ കാട്ടാളൻ എന്ന് പറയുമ്പോൾ തമോവൃത്തികളാണ്. തമോവൃത്തിയാവുമ്പോൾ ആ ഗുണം നമ്മൾക്ക് വരും. പൂജയിലുണ്ടത്. നമ്മൾ പൂജ നടത്തുന്ന ഭഗവാനെ പിടിച്ച് പേരെല്ലാം തന്നെ മാറ്റിക്കൊണ്ട് കള്ളൊക്കെ കുടിപ്പിക്കാൻ തുടങ്ങിയാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇവിടെ ശാസ്താവ് ചാത്തനാകുന്നതും. ചാത്തനാകുമ്പോൾ കള്ളുപൊടിയൊക്കെ വേണ്ടേ. അപ്പോൾ അതേ ശാസ്താവിനെ മാറ്റിയിട്ട് അതെല്ലാം തന്നെ കൊടുക്കുമ്പോൾ നീചമായി. നീചമാവുമ്പോൾ ഉപാസന നീചമായി. അപ്പോൾ തമസായി. അതെല്ലാം തന്നെ നമ്മളുണ്ടാക്കിയെടുക്കുന്നതാണ്. ആഹാരാദി കാര്യങ്ങൾ നിയന്ത്രിച്ചും ദൈനംദിന ജീവിതം നിയന്ത്രിച്ചും സാത്വികമായിട്ടുള്ള മനോവൃത്തികളെ കൊണ്ടു നടക്കുമ്പോൾ നമ്മൾ സാത്വികമാവും, അല്ലെങ്കിൽ താമസമാവും, അല്ലെങ്കിൽ രാജസമാവും. ക്രൂരമായിട്ടുള്ളൊരവസ്ഥയിൽ ഉപാസന നടത്താം. ഒരാളെ ഗുരുതി കഴിച്ചുകൊണ്ട്, കോഴിയെ വെട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ ആടിനെയെല്ലാം തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് അങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള ഉപാസന നടത്തുമ്പോൾ നമ്മളിലേക്ക് ത്രിഗുണങ്ങൾ കടന്നു വരും. ഇതിന് അതീതമായിട്ട് സാത്വികതയും വിട്ടിട്ട്, അപ്പോൾ സാത്വികതയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ നാലാമത്തെ അവസ്ഥയിലേക്ക് എത്തണമെന്നാണ് ഈ ഹംസാവതാരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇതിന് അടിസ്ഥാനപരമായിട്ടൊരു അവതാരം അല്ലെങ്കിൽ ഒരു പ്രത്യേക കഥാകോളം വരുന്ന സന്താനഗോപാലമാണ്. എന്തേ കാരണമെന്ന് ചോദിച്ചാൽ, ഈ സന്താനഗോപാലത്തിലെ ബ്രാഹ്മണൻ ഓരോ കുട്ടിയായിരിക്കും ചത്താൽ ജനിക്കുന്നത്. ആ ജനിക്കുന്ന കുട്ടിക്ക് ജീവൻ ഉണ്ടാകില്ല. ഉടനെ അതിനെ ചുമന്നുകൊണ്ട് ദ്വാരകയുടെ മുൻപിൽ ചെന്ന് മാറത്തടിച്ച് ചെലവഴിക്കും. ഭഗവാനും നോക്കില്ല, ആരും നോക്കില്ല, ആരും ശ്രദ്ധിക്കില്ല. അങ്ങനെ വന്നപ്പോഴാണ് വാസ്തവത്തിൽ 9ാമത്തെ കുട്ടിയും ചത്തേനെ കൊണ്ടുവന്ന് വെച്ചിങ്ങനെ മാറത്തടിച്ച് ചെലവഴിക്കുമ്പോൾ അത് ഏറ്റെടുക്കാണ് ഇവർ വിട്ടി. ഈ നരൻ മനുഷ്യന്റെ സ്വഭാവമാണത്. മനുഷ്യരെല്ലാവരും തന്നെ ഏൽക്കും. ഞാൻ ഏറ്റു എന്ന് പറയും. ഞാൻ ഏറ്റു എന്ന് പറയുന്ന വക്കീൽമാരും ഞങ്ങൾ എല്ലാവരും പറയും ഞാൻ ഏറ്റു. കേസേ തൊറ്റമ്പാട് വേറെ. അപ്പൊ എല്ലാ തരത്തിലും ഏറ്റു എന്ന് പറയുന്ന നരന്റേതായിട്ടുള്ള അഹങ്കാരം അത് അർജുനൻ ഏറ്റു. പക്ഷെ എന്തുണ്ടായി? 10ാമത്തെ കുട്ടിക്ക് ശരീരം പോലും ഇല്ല. ഈ 10 എണ്ണങ്ങൾ വളരെ വ്യക്തമായിട്ടും പറഞ്ഞു. ആഗമം, നിഗമത്തിൽ നിന്നുണ്ടാകുന്ന ആഗമം. നിഗമം വേദം, ആഗമം എന്ന് പറഞ്ഞ തന്ത്രാദികളാണ്. പിന്നെ ആപ എന്ന് പറഞ്ഞ ജലം, പിന്നെ പ്രജ ജനങ്ങള്, പിന്നെ ദേശ അവർ വസിക്കുന്ന ദേശം, പിന്നെ കാലം കാലങ്ങൾ, പിന്നെ കർമ്മം അവർ ചെയ്യുന്ന പ്രവൃത്തി, ജന്മം ഓരോരുത്തരുടെയും ജന്മം, പിന്നെ ധ്യാനം, പിന്നെ മന്ത്രം, സംസ്കാരം. ഇങ്ങനെ ഈ 10 കൂട്ടം കാര്യങ്ങളാണ് സാത്വികഗുണത്തിന്റെ ഹേതുക്കൾ. എന്താ സാത്വികഗുണം? ബ്രാഹ്മണന്റെ. അപ്പൊ ഈ ബ്രാഹ്മണൻ, സന്താനഗോപാല ബ്രാഹ്മണന് ഈ 10 കൂട്ടം ഗുണങ്ങളുള്ളതുകൊണ്ടാണ് ബ്രാഹ്മണനായത്. അദ്ദേഹത്തിന്റെ ഓരോ ഗുണവും ചത്തുപോയി എന്ന് പറഞ്ഞാൽ 10ാമത്തെ ഗുണത്തിന് ശരീരം പോലും ഇല്ലാതെ വന്നപ്പോൾ സന്താനഗോപാല ബ്രാഹ്മണൻ ഗുണങ്ങളിൽ നിന്ന് മുക്തനായി എന്നാണ്. അതാണ് ഭാഗവതത്തിലുള്ള പഠിക്കേണ്ടത്. അല്ല വെറുതെ ഇങ്ങനെ സന്താനഗോപാലൻ 10 കുട്ടികളെ ചോദിന്ന് അങ്ങോട്ട് പോയി, എന്നിട്ട് അവിടെ ചോദിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നു, അതെല്ലാം കഥയാണ്. അപ്പൊ അത് വിട്ടിട്ട് ഈ 10 ഗുണങ്ങളും പോകണം നിർബന്ധമായിട്ട്. ഈ പറയുന്ന ഒരു ബ്രാഹ്മണന് 10 കൂട്ടം ഗുണങ്ങൾ ഹേതുക്കളായിട്ട്, സാത്വികഗുണത്തിന്റെ ഹേതുക്കൾ അത് ഓരോന്നും മരിച്ചു കഴിഞ്ഞാൽ നരനും നാരായണനും അവർ രണ്ടുപേരും യോജിക്കേണ്ടവരാണ്. നരനും നാരായണനും ഒരിക്കലും വേറാൻ പാടില്ല. ഈ നരനാരായണന്മാർ യോജിച്ചുകൊണ്ട് അവർ നേരെ വൈകുണ്ഠത്തിലേക്ക് പോകാൻ ഇടവരുത്തുകയാണ്. ഈ പറയുന്ന 10 കുട്ടികൾ ദത്ത കാരണമാണ്. അപ്പൊ ഈ 10 ഗുണങ്ങൾ ഹേതുക്കൾ ഏതൊരു ബ്രാഹ്മണന്റെ ഇല്ലാതെയാകുന്നോ അപ്പോൾ യോഗ്യത കിട്ടുന്നു ഈ പറയുന്ന വൈകുണ്ഠത്തിലേക്ക് ചെല്ലാൻ. യജ്ഞത്വാനുവർത്തത്തെ എന്തു പറ്റി? അവിടെ ചെന്നപ്പോൾ കുട്ടികൾ ഇരിക്കുന്ന കണ്ടു.
ബ്രാഹ്മണനാണെങ്കിൽ താഴത്തേക്ക് കാത്തു നിൽപ്പുണ്ട്. അപ്പൊ ഇതുങ്ങളെയൊക്കെ പറക്കിക്കൊണ്ട് താഴത്തേക്ക് വരേണ്ട ഗതികേടുള്ളത് കൊണ്ട് എന്ത് പറ്റി, അവിടെ ചെന്നിട്ട് നരനാരായണന്മാർ യോജിച്ചെങ്കിലും അവിടെ ചെന്നു എങ്കിലും തിരിച്ചു പോരേണ്ട ഗതികേട് വന്നപ്പോൾ തിരിച്ചു വന്നാൽ ജനിച്ചു. അവിടെ എത്തിയാൽ നമ്മൾ അവിടെ സമാധി അല്ലെങ്കിൽ സായുജ്യം അല്ലെങ്കിൽ മോക്ഷമായി. അപ്പൊ ഇതെല്ലാം തന്നെ ഇതിൽ അന്തർഭവിച്ചിരിക്കുന്ന രഹസ്യങ്ങളോ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ പഠിക്കേണ്ട വിഷയങ്ങളോ ആണ്. അതാണ് ഈ പറയുന്ന നാലാമത്തെ അവസ്ഥയിലേക്ക് നമ്മൾ എത്തണം, തുരീയ പദത്തിലേക്ക് എത്തണം. ഈ തുരീയ പദത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ലളിതാ സഹസ്രനാമത്തിൽ മൂലാധാര നിലയ, ഈ മൂലാധാരത്തിൽ ബ്രഹ്മഗ്രന്ഥിയെ ഛേദിക്കുക, എന്നിട്ട് മണിപൂരത്തിൽ വന്നിട്ട് വിഷ്ണുഗ്രന്ഥിയെ ഛേദിച്ചു. അപ്പൊ ജനിക്കലും കഴിഞ്ഞു, പാലിക്കലും കഴിഞ്ഞു. ആജ്ഞാചക്രത്തിൽ വന്നപ്പോൾ രുദ്രഗ്രന്ഥിയെയും ഭേദിച്ചപ്പോൾ 3 കഴിഞ്ഞു. അതായത് സൃഷ്ടി സംഹാരം 3 കഴിഞ്ഞു. ബ്രഹ്മ വിഷ്ണു രുദ്രന്മാർ 3 കഴിഞ്ഞു. ചുവപ്പും വെളുപ്പും കറുപ്പും ഒക്കെ കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ തലയിലേക്ക് ചെല്ലുമ്പോൾ ആ നിർവൃതി, അമൃതത്തിൻ്റെതായിട്ടുള്ള ആസ്വാദനം നടക്കുന്ന ആ സങ്കേതം, അതാണ് വൈകുണ്ഠം. അവിടെ ചെന്ന് കഴിഞ്ഞ പിന്നെ ജനിക്കേണ്ടതില്ല. പക്ഷെ ഇവിടെ നിന്ന് താഴത്തേക്ക് വന്നാൽ ജനിച്ചു, ഇവിടെ നിന്ന് കയറിയാൽ മോക്ഷമായി. ഇത് തന്നെ വിദ്യ. അപ്പോൾ ഏകദേശം ഒരു സത്സംഗ ഈ സന്ദർഭത്തിൽ നടത്താൻ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള ഹംസാവതാരത്തെയും ഭാഗവതം ആദ്യം മുതൽ അവസാനം വരേക്കും ഒരു പ്രത്യേക രീതിയിൽ തന്നെ നമ്മൾ ആസ്വദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ശരീരത്തിൽ ഇരുന്നു കൊണ്ട് മോക്ഷം നേടാം. അതുകൊണ്ടാണ് ഈ പറയുന്ന കുചേല ബ്രാഹ്മണൻ ഇരുന്നിടത്ത് നിന്ന് എങ്ങോട്ടും പോയിട്ടില്ല. ഞാൻ പലവട്ടം പലയിടത്തും പ്രസംഗിച്ചിട്ടുണ്ട്, കുചേലൻ എങ്ങോട്ടും പോയിട്ടില്ല. അപ്പോൾ കുചേലൻ തൻ്റെ വീട്ടിൽ ഇങ്ങനെ ഇരിപ്പുണ്ട്. കുചേലൊരു പത്നി, രാമപുരത്ത് വയലുപാടുന്നത് അല്ല, പത്നിയില്ല, കുട്ടികളുമില്ല. അയാളിങ്ങനെ എപ്പോഴും ശ്രീകൃഷ്ണ ഭക്തി സാമ്രാജ്യത്തിൽ തൻ്റെ കൂട്ടുകാരനായിരിക്കുന്ന സഹൃദയനായിരുന്ന സാധ്യവരിയുടെ ആശ്രമത്തിൽ ഒന്നിച്ചു പിടിച്ച അദ്ദേഹത്തിലേറെ സ്മൃതിയിൽ ഇങ്ങനെ കഴിഞ്ഞു കൊടുത്ത ഒരു വ്യക്തി, അയാൾ കല്യാണം കഴിച്ചൊന്നും പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. കാരണം എന്താ, ബ്രഹ്മവിത്തമാ എന്നാണ് ഭാഗവതം പറഞ്ഞില്ലേ, ബ്രഹ്മവിത്തമാണ്. അപ്പൊ ബ്രഹ്മവിത്തവനായിട്ടുള്ള ഇദ്ദേഹം എപ്പോഴും ഇങ്ങനെ ഇരിക്കും. ബ്രഹ്മൈവ ഭവതി എന്നാണ്, ബ്രഹ്മം തന്നെയാണ്. അപ്പോൾ ബ്രഹ്മം തന്നെയായിട്ടിരിക്കുന്ന ഇയാള് ഒരിക്കലും ഭാര്യ കുട്ടികളൊക്കെ ആയിട്ടിരിക്കാൻ നിവർത്തിയില്ല. അങ്ങനെയുള്ളൊരു വ്യക്തി ആ ഇരുന്നിരിപ്പിലിരിക്കുന്നതല്ലാതെ ഭാര്യ എന്ന് പറയുന്ന ബുദ്ധി പ്രചോദിപ്പിച്ചു എന്നേ ഇതിനർത്ഥം കൊടുക്കേണ്ടുള്ളൂ. ഭാഗവത്തിൽ എപ്പോഴും ഭാര്യ ബുദ്ധിയാണ്. അപ്പം ബുദ്ധിയായിട്ടുള്ള ഭാര്യ പ്രചോദിപ്പിച്ചു. എന്നിട്ട് ഈ പറയുന്ന ദ്വാരകയിലേക്ക് പോകാൻ അയാൾക്ക് എന്തെന്നില്ലാത്ത ഒരു ആഹ്വാനം, അത്തരത്തിലൊരു ഉപദേശം കൊടുത്തു. അതിന്റെ ഫലമായിട്ട് അദ്ദേഹം പതുക്കെ മുകളിലേക്ക് കയറിയുന്ന ഏതാ ദ്വാരക എന്ന് പറയുമ്പോൾ ഇവിടെ വല്ലാതെ വേറൊന്നും ദ്വാരകയല്ല. ഈ തലയിലുള്ള ദ്വാരം കൊണ്ടാണ് തലയ്ക്ക് ദ്വാരക എന്ന് കിട്ടിയത്. അപ്പൊ താഴത്ത് നിന്ന് തലയിലേക്ക് കയറാൻ ബുദ്ധി പ്രചോദിപ്പിച്ചു, ബുദ്ധിയായിട്ടുള്ള ഭാര്യ പ്രചോദിപ്പിച്ചു. അല്ലാതെ ദാനവാരി മുകുന്ദന സാനന്ദൻ കണ്ടിടാൻ വിപ്രൻ താനേ നടന്നു എന്നെല്ലാം കഥകളിയിൽ പാടുന്ന പോലെ, അല്ലെങ്കിൽ ഈ പ്രദേശവും പൊളിഞ്ഞ കുട്ടിപ്പൊളിഞ്ഞ കൊലക്കൊടിയൊക്കെ ഇട്ട് ഇയാളിങ്ങനെ പതുക്കെ നടന്നു പോയി. ഇന്നലെ രാമപുരത്ത് വരെ നടന്നു പോലും ഒന്നൊരു കുചേലൻ ഇല്ല. കുചേലൻ എന്ന് പറയുന്നത് നമ്മുടെ ജീവനാണ്. സന്താനഗോപാല ബ്രാഹ്മണൻ നമ്മുടെ ജീവനാണ്. അപ്പോൾ നമ്മുടെ ജീവൻ ഓരോരോ കഥാപാത്രങ്ങളുമായിട്ട് യോജിപ്പിച്ച് അതിനെ ഉദ്ധരിക്കുന്ന രീതിയല്ലാതെ മറ്റു യാതൊന്നും ഇവിടെ ഇല്ലാതെ ഇതൊരു പലവട്ടം ചിന്തിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ഈ ഭാഗവത കഥകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഞാനുമായിട്ട് നമ്മൾ ഓരോരുത്തരും അവരവരുടെ ജീവനുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ചിന്തിക്കുന്ന പക്ഷം ഭാഗവതത്തിന്റെ അമൂല്യത, ഇത് വാസ്തവത്തിൽ ഇൻവാല്യുബിൾ പ്രഷ്യസ് ആയിരിക്കുന്ന സാധനമാണ്. അപ്പൊ അതിനെ നമുക്ക് ഉപയോഗിക്കാം, ഉപകരിക്കും. അത്തരത്തിലുള്ള രീതിയിലേക്ക് കടക്കുമ്പോൾ നമുക്ക് ഗുണം കിട്ടുകയും ചെയ്യും. അത് വളരെ ശ്രദ്ധിക്കുക. നമ്മൾ 4 പേരുള്ളൂ, ഇത്രയും പേര് മതി. അപ്പൊ ഇത്രയും പേര് കുത്തിയിരുന്നുകൊണ്ട് ഈ കാര്യങ്ങൾ ഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം, പറഞ്ഞ ആരും കേൾക്കില്ല, ആചാര്യന്മാരും കേൾക്കില്ല. ഈ ആചാര്യന്മാരൊന്നും അത്തരത്തിൽ ചിന്തിക്ക് പോയില്ല. കാരണം എന്തിനാ തലമുണ്ടാക്കണേന്നാണ്. സപ്താഹം കഴിഞ്ഞിട്ട് 7ാമത്തെ ദിവസം ദക്ഷിണ വാങ്ങിക്കൊണ്ട് പോകണമെന്നുള്ളൊരു കവിഞ്ഞ് എന്തിനാണ് ഈ തലമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ. അപ്പൊ ഇതേ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് ആ ചിന്തിക്കുന്നവന് മാത്രമേ ഭാഗവതം കിട്ടൂ. അതുകൊണ്ടാണ് പാടിയത് മഹാത്മ്യത്തിലും ഭാഗവതത്തിൽ തന്നെ ഒടുവിലും ശൃണ്വൻ പ്രപഠൻ വിചാരണപരോ. എന്തിനെ വിചാരണപരോ? അപ്പൊ എല്ലാ തരത്തിലും വിചാരം ചെയ്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് എല്ലാ തരത്തിലും അയവിറക്കിക്കൊണ്ട് കേട്ട കാര്യങ്ങളിൽ തന്നെ വീണ്ടും തികട്ടി അരച്ചുകൊണ്ട് അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ഉറപ്പിച്ചെങ്കിൽ മാത്രമേ വിമുച്യം തരാ. അവിടെയാണ് മോചനം. അവിടെ യജ്ഞത്വാനെന്ന് വർത്തന്തി എന്ന് പറയുന്നത് സ്വധാമത്തിലേക്ക് പോകാം. യജ്ഞത്വാനെന്ന് വർത്തന്തി സ്വധാമത്തിലേക്ക് പോകാം. തിരിച്ചു വരേണ്ടതില്ല, ജനിക്കാതിരിക്കാം. അങ്ങനെ അപുരംഭവം എന്ന് കുന്തിദേവി പറയുന്ന ജനിക്കാതിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താനുള്ള ഭാഗവതം നിങ്ങൾ ഏതായാലും വായിച്ച നാൾ തീർക്കുക. എല്ലാ തരത്തിലും നിങ്ങൾ ശ്രേഷ്ഠമായിട്ടുള്ള ഈ ഭാഗവത പാരായണം കൊണ്ട് അങ്ങേറ്റത്തെ അവസ്ഥയിലേക്ക് എത്തിട്ട് നരസിംഹമൂർത്തി എൻ്റെ പ്രധാനപ്പെട്ട ഉപാസനാമൂർത്തിയാണ്. അപ്പോൾ എല്ലാ തരത്തിലും നരസിംഹമൂർത്തി അങ്ങേറ്റം കരഞ്ഞനുഗ്രഹിക്കട്ടെ. നമുക്ക് അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ട് നിർത്താം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. ഓം ഉഗ്രം വീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം.
ഓം ബ്രഹ്മീരം മഹാവിഷ്ണു ജ്വലന്തം സർവതോമുഖം നൃസിംഹം ഭീഷണം ഭദ്രം മൃത്യുമൃത്യും നമാമ്യഹം. മരണത്തെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. മരണത്തെ കൊല്ലുക എന്ന് വെച്ചാൽ മരണമില്ലാതെയാക്കുക. മരണമില്ലാതെയാക്കുന്നത് എങ്ങനെയാ? ജന്മമില്ലാതെയാക്കലാണ്. അപ്പോൾ ജനിച്ചാൽ മരിക്കും, അത് നിർബന്ധമായിട്ടും മരിക്കും. അപ്പോൾ മരണത്തെ ഇല്ലാതെയാക്കുന്ന നരസിംഹമൂർത്തിയുടെ ആ മന്ത്രത്തിൽ മരണത്തെ കൊല്ലാനാണ് പറയുന്നത്. മരണത്തെ കൊല്ലുന്ന പറഞ്ഞാൽ മരിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുക, അതായത് ജനിക്കാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കുക. അതാണ് നമ്മുടെ മന്ത്രത്തിൻ്റെ മഹത്വം. അത് തന്നെ ഭാഗവതത്തിൻ്റെ ലക്ഷ്യം. പുനർഭവം, മരിക്കാതിരിക്കുന്ന എന്ന് പറഞ്ഞാൽ ജനിക്കാതിരിക്കുന്ന ആത്മഭാവത്തിലേക്ക്. നമ്മളെല്ലാവരും ആത്മസ്വരൂപന്മാരാണ്. ജാതിയില്ല, മതമില്ല, യാതൊന്നുമില്ല, ഇതൊക്കെ പിന്നാലെ കടന്നുകൂടിയത്. അത്തരത്തിൽ ഉദാത്തമായിട്ടുള്ള ഈ വേദവ്യാസ കൃതി മഹാഭാഗവതം, ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്ന ഈ കൃതി വളരെയേറെ ശ്രദ്ധിക്കുക. നല്ലപോലെ പഠിച്ചുകൊണ്ടത് കൈകാര്യം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. എനിക്ക് കിട്ടിയ വലിയ ഗുണം 2001 അമ്മ മരിക്കുന്നു. 2001 മരിച്ചതിന് ശേഷം 2002 ഭൂമാനന്ദ സ്വാമിയുടെ സത്രം തുടങ്ങുന്നത് ഈ പറയുന്ന പറളിക്കാട്. ഈ പറളിക്കാട് സത്രത്തിൽ തുടങ്ങിയ കാലം മുതൽ ഓരോ വിഷയം ഇങ്ങനെ പറയും. 24 കഴിഞ്ഞ ദിവസം ഒരു പുണ്യസ്വയംവരം, ഇങ്ങനെ പല സബ്ജക്റ്റുകൾ കിട്ടിയിട്ട് ഇങ്ങനെ പഠിക്കും പറയും. അവിടെയെല്ലാം തന്നെ വെറുതെ കഥ പറഞ്ഞാൽ പറ്റില്ല. അദ്ദേഹത്തിന് 1.25 മണിക്കൂറുണ്ട് തത്വപ്രവചനമാണ്. ഈ തത്വപ്രവചനം നടത്തുന്ന ആചാര്യന്മാർ മാത്രമേ വരാൻ പാടുള്ളൂ അദ്ദേഹം നിർത്തുന്നു. തുടക്കം മൂലം എന്നോടെന്തോ കാര്യമാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞ് കണ്ണി കണ്ടൊക്കെ ചലിക്കുമല്ലോ. അപ്പോൾ അതൊക്കെ പറഞ്ഞ് എനിക്ക് കിട്ടിയ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ ചിന്തിക്കാനും ചിന്തിച്ചു പറയാനും, അവിടെ ചെല്ലുമ്പോൾ വെറുതെ ചപ്പടാച്ച് പറഞ്ഞാൽ പോരാ. അപ്പോൾ അത് കാരണം ഇങ്ങനെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് പഠിക്കാനും അല്ലെങ്കിൽ അയവിറക്കാനും അതെല്ലാം തന്നെ അന്വേഷിക്കാനും അതെല്ലാം അത്തരത്തിൽ ഈ പറയുന്ന പ്രസംഗത്തിൽ കൊണ്ടുവരാനൊക്കെ കഴിഞ്ഞുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കടന്നു വരും. അതെല്ലാവരും ചെയ്യണം. ഭാഗവതത്തിൽ അങ്ങനെ ചിന്തിച്ച് നമ്മൾ അകത്തേക്ക് കടക്കാൻ നോക്കുക.